ഓക്കെ, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നടന്ന പല എക്സാംസുകളിലും എന്ത് ചെയ്തിട്ട് നമുക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റി കാണും അല്ലെ? ചില അബദ്ധങ്ങൾ പറ്റി കാണും. ചിലരൊക്കെ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരായിരിക്കും കേട്ടോ. അപ്പൊ ചിലപ്പം നമുക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞ് നമുക്കൊരു തോന്നലുണ്ടാവും, ഓ കുറച്ചും കൂടെ ഒക്കെ ഇമ്പ്രൂവ് ആകാൻ, കുറച്ച് മാർക്കും കൂടെ ഒക്കെ നമുക്ക് മേടിക്കായിരുന്നു അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു തോന്നൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അല്ലെ കാണും. ഓരോ പരീക്ഷ എഴുതുമ്പോഴും നമ്മൾ വിചാരിക്കും ആ പരീക്ഷകൾ അടുത്ത പരീക്ഷയ്ക്ക് ഒന്നും കൂടി ഇമ്പ്രൂവ് ആവും കേട്ടോ. അപ്പൊ അതെന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നതെന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതങ്ങ് ആ ഒരു പ്രവണത നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അതായത് നമുക്ക് എക്സാംസിലുകളിൽ നമുക്ക് അബദ്ധം പറ്റരുത് കേട്ടോ. അപ്പൊ നമ്മളിപ്പം നിങ്ങൾ പലരും എന്ത് ചെയ്യുന്നു, പല എക്സാംസിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കും അല്ല. ചിലർ PSC കേരളത്തിൽ മാത്രം ടാർഗറ്റ് ചെയ്യുന്നവരായിരിക്കും അല്ല. ചിലർ അങ്ങനെയൊന്നുമില്ല, ചിലർ എല്ലാ എക്സാംസും ടാർഗറ്റ് ചെയ്ത് എങ്ങനെങ്കിലും ഒക്കെ ഒരു ജോലി മേടിക്കുക എന്നുള്ള ഒരു രീതിയിൽ ഇരിക്കുന്നവരായിരിക്കും കേട്ടോ. ഓക്കെ, എനിവേ പഠിക്കുന്നതിനും നമ്മളുണ്ട് അല്ലെ, കാലിബർ ഉള്ളവരുണ്ട് അല്ലെ. കാലിബർ ഓൾറെഡി ഉണ്ട്, പക്ഷെ ആ കാലിബറിലോട്ടൊക്കെ തിരിച്ചെത്താനുള്ള ആ ഒരു സമയം വേണ്ടവരുണ്ട് അല്ല. പിന്നെ ഓരോന്നും ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ട് അല്ല. ഓരോന്നും ഓരോ ക്ലാസ്സിലും പഠിപ്പിക്കുന്നത് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ പല കാറ്റഗറി ഉള്ളവരാണ് അല്ലെ. പല കാറ്റഗറിയിൽ ഉള്ളവരായിരിക്കും എന്ത് ചെയ്തിരിക്കുന്ന ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യും, ഞാനെല്ലാം ബേസ് ലെവലിലെ കാണുന്നു കേട്ടോ. അതായത് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ദിവസം ഇങ്ങനെ പഠിച്ച് പഠിച്ച് എന്ത് ചെയ്യണം, മുന്നോട്ടെത്തണം കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അതിന് ഞാൻ ഭയങ്കര ലഘൂകരിച്ചിട്ടുണ്ട്. 7 കാര്യങ്ങൾ കേട്ടോ. ഈ 7 കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണം കേട്ടോ. ഈ 7 കാര്യങ്ങൾ ഫോളോ ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻ നടത്തണം കേട്ടോ. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കോംപ്രമൈസും ഇല്ല, ഒരു കോംപ്രമൈസും ഇല്ല, പഠിക്കണം കേട്ടോ. അപ്പൊ നമ്മള് ഹാർഡ് വർക്ക് വേണ്ട കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് ഹാർഡ് വർക്ക് എന്നുള്ള സംഭവങ്ങൾ വേണ്ട, സ്മാർട്ട് വർക്കാണ് കേട്ടോ. ഹാർഡ് വർക്ക് എന്താണെന്ന് വെച്ചാൽ ഉറക്കം എണീച്ചിരുന്ന് പഠിക്കുന്നു, ഭക്ഷണം കഴിക്കാതിരുന്ന് പഠിക്കുന്നു അല്ലെ, ഉറക്കം ഇല്ലാതിരുന്ന് പഠിക്കുന്നു, അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഹാർഡ് വർക്ക് അല്ലെ. ഓരോരുത്തർ പറയാറില്ലേ ഹാർഡ് വർക്ക് ചെയ്തു, ദിവസത്തിൽ 24 മണിക്കൂറില് 18 മണിക്കൂറും ഉറക്കം ഒളിച്ചിരുന്ന് പഠിച്ചു കേട്ടോ. അതൊന്നും വേണ്ട. കാരണം നമ്മൾ അതൊക്കെ ഒരു പരീക്ഷ ഒന്നും അല്ല നമ്മൾ എഴുതുന്നത് കേട്ടോ. നമ്മൾ എഴുതുന്ന പരീക്ഷയോ അല്ലെ, അല്ലെങ്കിൽ എഴുതാനോ ഒന്നുമല്ല. നമുക്ക് ജസ്റ്റ് MCQ അല്ലെ, ഒരു MCQ ഒന്ന് ക്രാക്ക് ചെയ്ത് കറക്കി എടുക്കുക എന്നുള്ളത്. അവിടെ നമുക്ക് വേണ്ടത് നമ്മുടെ സ്കില്ലാണ് കേട്ടോ. നമ്മുടെ സ്കിൽ ഉണ്ടെങ്കിലേ അത് പറ്റത്തുള്ളൂ. നമ്മളിനി എത്രയൊക്കെ പഠിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അവിടെ സ്കില്ല് വേണം. സ്കില്ല് ഉണ്ടെങ്കിൽ കറക്റ്റ് നമുക്കത് ക്രാക്ക് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. സ്കില്ല് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്രാക്ക് ചെയ്യാം കേട്ടോ. 55 പേരാണ് നിമാൻസ് ക്രാഷിന് എഴുതിയത്. 55 പേരാണ് നിമാൻസ് ക്രാഷിന് എഴുതിയത്. ആകെ സെലക്ട് ആയത്, നമ്മളെ ഇവിടുന്ന് സെലക്ട് ആയത് 3 പേരാണ് കേട്ടോ. 3 പേരാണ് ടോട്ടലി സെലക്ട് ആയത്. ബാക്കിയുള്ളവരുടെയൊക്കെ മാർക്ക് എന്ന് പറയുന്നത് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നിരാശപ്പെടും. കാരണം ബിറ്റ്വീൻ 70 to 74 കേട്ടോ. 75, 76 ആണ് നിമാൻസിന്റെ ലാസ്റ്റ് ടൈമിൽ കട്ട് ഓഫിൽ കയറിയത് കേട്ടോ. അപ്പൊ അതിൽ 77 മേടിച്ചവരുണ്ട്, 80 മേടിച്ചവരുണ്ട്, 79 മേടിച്ചവരുണ്ട്, 70 കേട്ടോ. അതിൽ 3 പേർക്ക് എന്ത് കിട്ടിയുള്ളൂ, സെലക്ഷൻ കിട്ടിയുള്ളൂ. ബാക്കി എല്ലാവരും എന്താണ് ബോർഡർ ലൈനിൽ നിൽക്കുകയാണ് കേട്ടോ. ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു വെയിറ്റിംഗ് ലിസ്റ്റും കൂടെ അവിടെ വരും അല്ല. ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് കൂടെ വന്ന് ബാക്കിയുള്ളവരും കൂടെ നമ്മളെ ഇവിടുന്ന് തന്നെ ഇനിയും ഒരു 5-6 പേരും കൂടെ കയറിപ്പോവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 10 റിസൾട്ട് ഡിമാൻഡ്സിന് ഉറപ്പിക്കാം. 55 പേര് പരീക്ഷ എഴുതിയാൽ 10 റിസൾട്ട് നമുക്ക് എടുക്കാം. അറ്റ് പ്രസന്റിൽ അത് പറയാൻ പറ്റത്തില്ല. അറ്റ് പ്രസന്റിൽ 3 റിസൾട്ടേ ഉള്ളൂ കേട്ടോ. 3 പേരെ എന്ത് ചെയ്തോളൂ, അത് ക്രോസ് ചെയ്തോളൂ കേട്ടോ. അപ്പം ഇവിടെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ 75-70 ഇടയ്ക്ക് മാർക്ക് മേടിച്ചവര് നല്ല പഠിക്കുന്നവരും നല്ലതായിട്ടുള്ളവരുണ്ട്. പക്ഷെ അവർക്ക് ആ പരീക്ഷ എഴുതിയെടുക്കാനുള്ള ആ ഒരു സ്കിൽ അവരുടെ കയ്യിലില്ല കേട്ടോ. സ്കിൽ ഇല്ലാതെ പോയി. അതാണ് അവിടെ പറ്റിയിരിക്കുന്ന പ്രശ്നം കേട്ടോ. അപ്പൊ ആ സ്കില്ല് നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ അതാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ സ്മാർട്ട് വർക്കാണ് വേണ്ടുന്നത്, സ്മാർട്ട് വർക്കാണ് വേണ്ടുന്നത്. ദയവ് ചെയ്ത് വലിയ രീതിയിൽ പഠിക്കാൻ നിൽക്കരുത് കേട്ടോ. നമ്മൾ പഠിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പാരഗ്രാഫ് പഠിക്കുന്ന രീതിയിലൊന്നും എന്ത് ചെയ്യരുത്, നമ്മൾ പഠിക്കാൻ നിൽക്കരുത്. പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും കേട്ടോ. എല്ലാം കൂടി ഇരുന്ന് ഇരുന്ന് കാണാൻ പഠിച്ച് അവിയൽ പരിവാക്കും കേട്ടോ. അങ്ങനെ ഒന്നും പഠിക്കരുത് കേട്ടോ. ദയവ് ചെയ്ത് അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മൾ MCQ വളരെ ലളിതമായിട്ടുള്ള പോയിന്റുകൾ പഠിക്കുക കേട്ടോ. ഒരു ദിവസം നിങ്ങൾക്ക് ഒരു 100 പോയിന്റ് പഠിക്കാൻ ശ്രമിക്കാം അല്ല, അല്ലെങ്കിൽ ഒരു 50 പോയിന്റ് ഒരു ദിവസം പഠിക്കാൻ ശ്രമിക്കുക. അത് മതി. ആ 50 പോയിന്റ് മനസ്സിൽ നിന്ന് പോകരുത്. അവിടെയാണ് നമ്മുടെ വിജയം കേട്ടോ.
നിമാൻസ് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. പരീക്ഷ ഓറിയന്റേഷൻ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു സിമ്പിൾ ആയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൂ കേട്ടോ. പക്ഷെ അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടരുത്. ആ ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടരുത്. അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് നഷ്ടപ്പെടാതിരിക്കുന്നതാണ് നമ്മുടെ സ്കിൽ എന്ന് പറയുന്നത്. ആ സ്കില്ല് നമ്മൾ എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് എടുക്കണം കേട്ടോ. ആ സ്കില്ല് നമ്മുടെ പരീക്ഷയിൽ അപ്ലൈ ചെയ്ത് കേട്ടോ. അപ്പൊ അതിൽ ഇങ്ങനെ പഠിക്കുന്നവരെന്നോ പഠിക്കാത്തവരെന്നോ ആവറേജ് പഠിക്കുന്നവരെന്നോ മീഡിയം പഠിക്കുന്നവരോ ഹൈ റാങ്കിൽ പഠിക്കുന്നവർ അല്ലെ, ഹൈ റാങ്കിൽ ഉയർന്ന മാർക്കിൽ പഠിക്കുന്നവര് അല്ലെ, ഗവൺമെന്റ് സെറ്റപ്പിൽ പഠിച്ചവര് പ്രൈവറ്റ് സെറ്റപ്പിൽ പഠിച്ച അങ്ങനെ ഒന്നും ഒരു വ്യത്യാസമില്ല. എക്സ്പീരിയൻസ് ഉള്ളവര് എക്സ്പീരിയൻസ് അല്ലെ, ആർക്കാണോ സ്കില്ലുള്ള ആ കുട്ടിക്ക് കിട്ടിയിരിക്കും. വേറെ ഒന്നുമില്ല. ആർക്കാണോ ഇത് ക്രാക്ക് ചെയ്യാനുള്ള ടെക്നിക്ക് കേട്ടോ, ആ ടെക്നിക്ക് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷയ്ക്ക് സ്കോർ ചെയ്ത് എടുത്ത് നിങ്ങൾക്ക് റാങ്ക്. പക്ഷെ ആ ടെക്നിക്ക് നമ്മൾ പഠിച്ചെടുക്കണം കേട്ടോ. അപ്പൊ ആ ടെക്നിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള 7 കാര്യങ്ങളാണ് ഞാൻ മെയിൻ ആയിട്ട് നിങ്ങൾ പറഞ്ഞു തരുന്നത്. അത്രത്തോളം നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കണം. ഈ 7 കാര്യങ്ങളാണ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ നിങ്ങളുടെ കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇറങ്ങിയിട്ടിരിക്കുന്നു അല്ലെ, ഒരു എക്സാം ജോലി എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഇറങ്ങിത്തിരിക്കും അല്ലെ. ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ എക്സാമും നമുക്ക് കിട്ടേണ്ട റാങ്ക്. അത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മൈൻഡിൽ കാൽക്കുലേഷൻസ് ഉണ്ടായിരിക്കണം കേട്ടോ. ഇപ്പൊ ഏതൊരു പരീക്ഷയാണെങ്കിലും അതിനൊരു എക്സാംസ് അല്ലെ. ഇപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഇനി അപ്കമിങ് വരുന്ന എക്സാംസ്? ഏതൊക്കെയാണ് അപ്കമിങ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എക്സാം? ഏതൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന? പറഞ്ഞോളൂ. അപ്കമിങ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന എക്സാം ഏതൊക്കെയാണ്? ഉം. ESIC കേട്ടോ. ESIC, നോർസെറ്റ്, എയിംസ്, എയിംസിന്റെ മറ്റേ SNO അങ്ങനെയുള്ള എക്സാം അല്ലെ. DME, ജിപ്മാർ, ESIC, നോർസെറ്റ്, എയിംസ്, DME, ജിപ്മാർ, IMS അല്ലെ, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് അല്ലെ, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് അല്ലെ. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്കമിങ് എക്സാം എന്നുള്ള നമ്മളൊരു ഐഡിയ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടണം അല്ലെ. ഓരോ എക്സാമിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ESI എക്സാം അല്ലെ, എത്ര വയസ്സ് വരെ എഴുതാം? ESI എക്സാം എത്ര വയസ്സ് വരെ എഴുതാം? സെൻട്രൽ ഗവൺമെന്റിന്റെ ESI എക്സാം എത്ര വയസ്സ് വരെ എഴുതാം? എത്ര വയസ്സ് വരെ എഴുതാം? ആ അല്ലെ, 35. വെരി ഗുഡ് കേട്ടോ. 35. OBC ആണെങ്കിൽ 38 അല്ലെ, SC ST ആണെങ്കിൽ 40 വയസ്സ് വരെ അല്ലെ. നോർസെറ്റ് ആണെങ്കിലോ? നോർസെറ്റ് എക്സാം ആണെങ്കിൽ എത്ര വയസ്സാ? നോർസെറ്റ് എക്സാം ആണെങ്കിൽ നമുക്ക് എത്ര വയസ്സ് വരെ എഴുതാം? എത്ര വയസ്സ് വരെ എഴുതാം? നോർസെറ്റ് എക്സാം ആണെങ്കിൽ 30 അല്ലെ. ഈ കാൽക്കുലേഷൻ 30 പോവും അല്ലെ. 30, 33 അല്ലെ, 30, 33, 35 അല്ലെ, 30, 33, 35. ഓക്കെ. എയിംസ് ആണെങ്കിൽ എയിംസ് SNO അല്ലെ, SNO ആണെങ്കിൽ എത്ര ആയിരിക്കും? SNO ജനറൽ SNO ഒക്കെ എഴുതാം കേട്ടോ. SNOക്ക് എയിംസിൽ തന്നെ എക്സ്പീരിയൻസ് വേണമെന്നൊന്നുമില്ല അല്ലെ. എവിടെങ്കിലും നമുക്ക് ആ ഒരു പറയുന്ന 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ 100 ബെഡ് അല്ലെങ്കിൽ 50 ബെഡ് ഹോസ്പിറ്റൽ എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ നമുക്ക് എയിംസ് SNO എഴുതാം. ഡയറക്റ്റ് ആയിട്ട് സീനിയർ നഴ്സിംഗ് ഓഫീസർ എക്സാം എഴുതാനുള്ള ഇതുണ്ട് അല്ലെ. അപ്പൊ അതിൽ നമ്മൾ ഈ പറയുന്ന കാൽക്കുലേഷൻ ആണ് 35, 38, 40 അല്ലെ. ഓക്കെ. അതേപോലെ തന്നെയാണ് ഇപ്പൊ മിലിറ്ററി നഴ്സിംഗ് സർവീസും വിളിച്ചിട്ടുണ്ട് കേട്ടോ. മിലിറ്ററി നഴ്സിംഗ് സർവീസും വിളിച്ചിട്ടുണ്ട്. അതുപോലെ 35, 38, 40. DMA ആണെങ്കിൽ 36 ജനറൽ അല്ലെ, 39 OBC അല്ലെ, 41 അല്ലെ, ആ റേഞ്ചിൽ എന്ത് വരുന്നുണ്ട്? SC ST അല്ലെ. ജിപ്മർ ആണെങ്കിൽ സെയിം തന്നെ 35, അല്ലെ, ആ ഒരു 35, 38, 40ന്റെ കാൽക്കുലേഷൻ ആണ് അല്ലെ. IMS ആണെങ്കിൽ 45 വയസ്സ് അല്ലെ, 45 വയസ്സ്, 48 വയസ്സ്, 50 വയസ്സ് അല്ലെ. അപ്പൊ അങ്ങനെയാണ് IMS കേട്ടോ. IMS ആണ് 45 വയസ്സ് വരെ നമുക്ക് എഴുതാൻ പറ്റും എക്സാം കേട്ടോ. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിന്റെ എക്സാം കേട്ടോ. ഓക്കെ. പഴയ ആ ജനറൽ സിക്ക് നേഴ്സിംഗിന്റെ ആ ക്വാളിഫിക്കേഷൻ ആണ് ഇപ്പോഴും അത് കിടക്കുന്നത് കേരള. ഓക്കെ. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു അപ്കമിങ് ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ. ഓരോ എക്സാംസിനും നമുക്ക് ആ എക്സാം എന്താണെന്ന് നമുക്ക് ആദ്യമേ ഒരു നോളജ് ഉണ്ടായിരിക്കണം അല്ലെ. ഇപ്പൊ ESI ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്?
ESA ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയാണ് എക്സാംസിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്? പറഞ്ഞോ, അറിയുന്നവർ പറഞ്ഞു. ESAസിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ? ESIC എക്സാം ആണെങ്കിൽ ക്വസ്റ്റ്യന്റെ പാറ്റേൺ എങ്ങനെയാണ്? എത്ര മാർക്കിനായിരിക്കും ESIയുടെ എക്സാം എന്ന് പറയുന്നത്? 125 മാർക്ക് അല്ലെ? ESIയുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 125 മാർക്കാണ് ടോട്ടൽ വരുന്നത്. അതിൽ 100 മാർക്ക് നേഴ്സിംഗ് അല്ലെ? 100 മാർക്ക് നേഴ്സിംഗ്, 25 മാർക്ക് GK മാത്സ് എല്ലാം കൂടെ അല്ലെ? GK മാത്സ് എല്ലാം കൂടെ എന്താണ് 25 മാർക്ക് അല്ലെ? അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ESI എക്സാം അല്ലെ? നോട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് ടയർ സെക്കൻഡ് ടയർ എന്ന് പറഞ്ഞാണ് നടക്കുന്നത് അല്ലെ? ഫസ്റ്റ് ടയർ സെക്കൻഡ് ടയർ അല്ലെ? ഫസ്റ്റ് ടയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 70 നേഴ്സിംഗ്, 30 GK മാത്സ് എല്ലാം കൂടെ അല്ലെ? 30 GK മാത്സ് എല്ലാം കൂടെ ആണ് വരുന്നത്. സെക്കൻഡ് ടയർ എക്സാംസ് അല്ലെ? ഇതിന്റെ തന്നെ സെക്കൻഡ് ടയർ എക്സാം എന്ന് പറഞ്ഞുകൊണ്ട് അതെന്ന് പറയുന്നത് 100 ക്വസ്റ്റ്യൻസും എന്താണ് നേഴ്സിംഗ് പാർട്ടാണ് വരുന്നത് അല്ലെ? 100 ക്വസ്റ്റ്യൻസും നേഴ്സിംഗ് പാർട്ടായിട്ട്. ഓക്കെ. അതുപോലെ SNOയുടെ എക്സാം ആണെങ്കിലും ഈ പറയുന്ന പോലെ GK 70+30 എന്നുള്ള ഇതാണ് ഇക്വേഷനായി വരുന്നത്. നമ്മുടെ DME കേട്ടോ, DME എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 ക്വസ്റ്റ്യൻസ് നേഴ്സിംഗ് ആണ്. IMS എന്ന് പറയുമ്പോൾ 100 ക്വസ്റ്റ്യൻസ് നേഴ്സിംഗ് ആണ്. ജിപ്മർ എന്ന് പറയുമ്പോൾ 70 ക്വസ്റ്റ്യൻസ് നേഴ്സിംഗ് +30 കേട്ടോ, 70+30. ഓക്കെ. ഓക്കെ, അപ്പൊ ഈ എക്സാം ഒക്കെ എഴുതുന്നുണ്ടല്ലോ, എല്ലാവരും എഴുതുന്നുണ്ടല്ലോ ഈ എക്സാം ഒക്കെ? ഭാവിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ, എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എക്സാം ഒക്കെ എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഒരു എക്സാമും വിടരുത് കേട്ടോ. എന്റെ ഒരു അഭിപ്രായത്തിൽ ഒറ്റ എക്സാമും എഴുതാതിരിക്കരുത്. ഏത് എക്സാമിലാണ് നമ്മുടെ ഭാഗ്യം തെളിയുന്ന, ഏത് എക്സാമിലാണ് നമ്മള് ക്രാക്ക് ആവുന്നത് ഒന്നും പറയാൻ പറ്റത്തില്ല. എഴുതിക്കോണം കേട്ടോ, ഒന്ന് കണ്ണും പൂട്ടി ഇറങ്ങിക്കോണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു പുറത്തോട്ട് അല്ലെ അയർലൻഡിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ പ്രോസസ്സിങ് എല്ലാം കൂടെ ഒരു 5-5.5 ലക്ഷം രൂപയാവും അല്ലെ? ഗൾഫിലോട്ട് പോവാണെങ്കിൽ പ്രോസസ്സിങ് എല്ലാം കൂടെ 1.5 ലക്ഷം രൂപയാവും കേട്ടോ. അതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള പൈസ. ആപ്ലിക്കേഷൻസും പോയി എഴുതേണ്ട ബസ് കൂലി അത്രേ ആവത്തുള്ളൂ. പക്ഷെ നിങ്ങൾ കുറച്ച് എഴുതി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനേക്കാൾ ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ജോബ്. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും വരാം. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നു, പോയി എഴുതിക്കോണം. ഒറ്റ എക്സാം വിടരുത് കേട്ടോ. എല്ലാ എക്സാംസും എഴുതാനുള്ള ആ ഒരു കാലിബറും ഒരു മനഃശക്തിയും ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഏത് എക്സാമും ഇനി അങ്ങോട്ട് വരും, ഞാൻ എന്തായാലും പഠിക്കാൻ തീരുമാനിച്ചു. ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ എക്സാമും ഞാൻ എഴുതുന്നു. ഒരു എക്സാമും ഞാൻ സ്കിപ്പ് ആവുന്നില്ല. എനിക്ക് കിട്ടാൻ പറ്റുന്ന എക്സാംസ് ഏതൊക്കെ എഴുതിയെടുക്കാമോ അതെല്ലാം എഴുതിയെടുക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നു നമുക്ക് ഈ നോൺ നേഴ്സിംഗും കൂടെ എന്ത് ചെയ്യുന്നു ഈ ബാച്ചിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് എന്ത് ചെയ്യുന്നു, നോൺ നേഴ്സിംഗും കൂടെ എന്ത് ചെയ്യുന്നു ഈ ബാച്ചിൽ ഉൾപ്പെടുത്തും. ഈ നോൺ നേഴ്സിംഗിനെ നമുക്ക് ഇപ്പം ഈ പറഞ്ഞതിലൊക്കെ നോൺ നേഴ്സിംഗിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. 50% എന്ന് പറയുന്നത് GKയും അല്ലെ, ഈ നോൺ നേഴ്സിംഗ് അല്ലെ ആ ഒരു പാട്ടിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 50% GK ആൻഡ് കറണ്ട് അഫയേഴ്സ് കേട്ടോ. 50% GK കറണ്ട് അഫയേഴ്സും, 50% റീസണിങ്ങും ആപ്റ്റിറ്റ്യൂഡ്സ് കേട്ടോ. 50% റീസണിങ്ങും 50% ആപ്റ്റിറ്റ്യൂഡ്സ്. എങ്ങനെയാണ് ബേസിക്കലി ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. ബേസിക്കലി ഈ എക്സാംസ് കേട്ടോ, അതായത് ഇവിടെ നമ്മൾ 70+30 ESIയിൽ 25 ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അതിൽ 10-12ഓളം ക്വസ്റ്റ്യൻസ് GKയും കറണ്ട് അഫയേഴ്സും കാണാം അല്ലെ? ബാക്കി 12ഓളം മാത്സിന്റെ ക്വസ്റ്റ്യൻസും വരും കേട്ടോ. അപ്പൊ 50% കേട്ടോ, 50% GK കറണ്ട് അഫയേഴ്സ്, 50% ഏതാണ്? 50% റീസണിങ്ങും ആപ്റ്റിറ്റ്യൂഡ്സ് കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് റീസണിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഒന്നും പഠിച്ചുകൊണ്ട് പോകണ്ട കേട്ടോ. കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള റീസണിങ് ആണ് അല്ലെ? ബ്ലഡ് റിലേഷൻസ് കേട്ടോ. ബ്ലഡ് റിലേഷൻസ് ഒരു ക്വസ്റ്റ്യൻ വരും അല്ലെ? സ്പീഡ് അല്ലെ, എന്താ ഒരു ക്വസ്റ്റ്യൻ വരും. സ്പീഡ്, ഡിസ്റ്റൻസ് ബൈ ടൈം എന്നൊക്കെ. കലണ്ടർ അല്ലെ, ഡേറ്റ് നോക്കാൻ വേണ്ടിയിട്ടുള്ള കലണ്ടർ അല്ലെ? ഡയറക്ഷൻ സെൻസ് അല്ലെ, ഡയറക്ഷൻ സെൻസ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. പിന്നെ ഓഡ് ഈവൻ ഒക്കെ കണ്ടെത്താൻ കേട്ടോ, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ്. പിന്നെ HCF LCF ഒക്കെ എടുത്ത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ നമുക്കൊരു റീസണിങ് എടുത്തു കഴിഞ്ഞാൽ ഒരു 10 ബേസിക് റീസണിങ് തന്നെ 36 ടൈപ്സ് ഉണ്ട്. 36 ടൈപ്സ് ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് എന്ത് ചെയ്യുന്നു, കോഡിങ് ഡീകോഡിങ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ നമുക്കൊരു 10-15 റീസണിങ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. 15 റീസണിങ് പഠിച്ചു വെച്ചാൽ മതി. അതിൽ നിന്ന് മിനിമം ഒരു 5 മാർക്കോ 6 മാർക്കോ ഒക്കെ സമ്പാദിച്ചാൽ നല്ലതായിരിക്കും. ഇന്ത്യയിൽ സമ്പാദിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ.
ഓക്കെ, ഇനി കറണ്ട് അഫയേഴ്സ് GK കേട്ടോ. കറണ്ട് അഫയേഴ്സ് GK ആണ് ഇമ്പോർട്ടൻസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കേട്ടോ ഈ ബാച്ചിൽ അതായത് 31ന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡെയിലി എന്ത് ചെയ്യും, ഇന്ത്യൻ എക്സ്പ്രസിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ അതിനകത്ത് ഡെയിലി ഞാൻ പോസ്റ്റ് ചെയ്യും കേട്ടോ. ഇന്ത്യൻ എക്സ്പ്രസ് ആയിരിക്കും കൂടുതൽ. ഇന്ത്യൻ എക്സ്പ്രസിന്റെ PDF കേട്ടോ. ഇന്ത്യൻ എക്സ്പ്രസിന്റെ PDF ഡെയിലി ഇത് വേറെ ഗ്രൂപ്പുകളിലോട്ടൊന്നും അത് ഷെയർ ചെയ്ത് പോകരുത് കേട്ടോ. ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഡെയിലി എന്ത് ചെയ്യുന്നു, ന്യൂസ് പേപ്പർ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ആ ന്യൂസ് പേപ്പർ നോക്കിയിട്ട് കേട്ടോ, ഓൺലി ഈ എക്സാം എഴുതുന്നവർ മാത്രം കേട്ടോ. അല്ല DME IMS ഇതിൽ തുടരുത്, അവർക്ക് ആവശ്യമില്ല. കേരളത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർ ദയവ് ചെയ്ത് ഇന്ത്യൻ എക്സ്പ്രസ് എടുത്ത് വായിക്കാൻ നിൽക്കരുത് കേട്ടോ. ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫ്രണ്ട് പേജ് കേട്ടോ. ഇന്ത്യൻ എക്സ്പ്രസിൽ കുറെ പേജ് കാണും, അതിലെല്ലാം ഒന്നും വായിക്കാൻ നിൽക്കരുത്. ഫ്രണ്ട് പേജിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ന്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യണം കേട്ടോ. അതൊന്ന് എഴുതി വെച്ചോ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ. ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതി വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഭാഗ്യം ഉണ്ടെങ്കിൽ അതിന് 1 2 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു അഡ്വാൻസ്. മിക്കതും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പൊ അതിനായിടും അത് മെയിൻലി ഫോക്കസ് ഓൺ ESIC കേട്ടോ. ESIC, ജിപ്മർ, എയിംസ്, നോർസെറ്റ് ഇതിനെയൊക്കെ ഫോക്കസ് ചെയ്താണ് ഇടുന്നത്. പക്ഷെ അത് നിങ്ങൾ ഒരു സ്റ്റഡിയുടെ ഒരു പാർട്ടാക്കി എടുക്കരുത് അല്ലെ. രാവിലെ നമ്മൾ പത്രം വായിക്കുന്ന പോലെ നമ്മൾ രാവിലെ നമ്മളെ ഗ്രൂപ്പിൽ വരുന്ന പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അതിന്റെ ഫ്രണ്ട് പേജ് മാത്രം മതി. സെക്കൻഡ് പേജ് തേർഡ് പേജിലോട്ട് ഒന്നും പോകരുത്. ഫസ്റ്റ് പേജിൽ നോക്കിയതിനു ശേഷം എന്ത് ചെയ്യുക, അതിന്റെ ഇമ്പോർട്ടൻസ് പോയിന്റ് എന്ത് നോട്ട് ചെയ്തു കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ കറണ്ട് അഫയേഴ്സും ഒരുമാതിരിപ്പെട്ട കറണ്ട് അഫയേഴ്സും അങ്ങ് ക്ലിയർ ചെയ്യും കേട്ടോ. പിന്നെ GK എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ GKയുടെ ഓരോ ടോപ്പിക്സ് ആയിട്ട് ഇടയ്ക്ക് എന്ത് ചെയ്യാം, ക്ലാസ് തരാം. പ്ലസ് ഈ പറയുന്ന പോലെ റീസണിങ് കേട്ടോ, ഒരു 10-12 മോഡൽ റീസണിങ്ങും കൂടെ ക്ലിയർ ആക്കി തരും ഫോർ ദ എക്സാം ഫോർ ESIC, നോർസെറ്റ്, എയിംസ്, ജിപ്മർ ആൻഡ് മിലിറ്ററി നേഴ്സിംഗ് സർവീസ്. ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ ആയോ? ചെയ്യണം കേട്ടോ. അത് പ്രാക്ടീസ് ചെയ്യണം, നമ്മൾ ക്രാക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, എനിവേ 125 ESIയുടെ മാർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ മാർക്ക് 125 കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ESIയിൽ ജോലി കിട്ടിയതെന്ന് പറഞ്ഞാൽ 80 മാർക്കാണ് അല്ലെ. 81 മാർക്ക് വരെ മേടിച്ചവർക്ക് ജോലി കിട്ടി കേട്ടോ. അതായത് 125ല് 81 മാർക്ക് മേടിച്ചവർക്ക് ജോലി കിട്ടി കേട്ടോ. അപ്പൊ അത് ആലോചിക്കണം. 100 ക്വസ്റ്റ്യൻസിൽ അവർ ഏകദേശം 75-80 ക്വസ്റ്റ്യൻസ് നേഴ്സിംഗിന്റെ ശരിയാക്കി കേട്ടോ. എന്നിട്ട് പോയിട്ട് ഒരു വിരലിൽ എണ്ണാവുന്ന കുറച്ച് GKയും കറണ്ട് അഫയേഴ്സ് 25ല് കൂടിപ്പോയ ഒരു 5-6 GKയോ കറണ്ട് അഫയേഴ്സോ അല്ലെങ്കിൽ ഈ മാത്സിന്റെ സിമ്പിൾ മാത്സോ ഈ പറയുന്ന റീസണിങ്ങോ ആപ്റ്റിറ്റ്യൂഡോ ഏതെങ്കിലുമൊക്കെ ശരിയാക്കി ഒരു 5-6 മാർക്കും കൂടെ സമ്പാദിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അവർക്കെല്ലാം ESI സെലക്ട് ആയത് കേട്ടോ. എനിവേ നമ്മുടെ എല്ലാ സ്റ്റെം എന്ന് പറയുന്ന നമ്മുടെ നേഴ്സിംഗ് സബ്ജക്റ്റുകളാണ് കേട്ടോ. നേഴ്സിംഗ് സബ്ജക്റ്റുകളാണ് നമ്മൾ സ്റ്റെം ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. ഇത്ര എക്സാം തരുന്നതിൽ നമുക്ക് ഏറ്റവും ആദ്യം RRB ഉണ്ടോ പറയാൻ പറ്റത്തില്ല. RRBയും കാണും. RRBക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ GK കറണ്ട് അഫയേഴ്സ് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഉപകാരപ്പെടും കേട്ടോ. എനിവേ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ഇന്ന എക്സാം വരുന്നു, നമ്മൾ എഴുതുന്നു, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു, എക്സാമിന്റെ ഇത് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്നു, പോയി എന്ത് ചെയ്യുന്നു, എക്സാം അറ്റൻഡ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ഇതിന്റെ ക്ലാസ് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഇതിന്റെ ക്ലാസ് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്ത് തരും. ഓൺലി ഫോർ ദോസ് ഹു അറ്റൻഡിങ് ഈ പറയുന്ന മറ്റ് എക്സാംസുകൾ കേട്ടോ. ഓക്കെ, അതാണ് അതുകൊണ്ട് നമ്മൾ എല്ലാ എക്സാംസും അറിഞ്ഞിരിക്കണം കേട്ടോ. ഏത് എക്സാം നമ്മൾ എഴുതാൻ പോയി കഴിഞ്ഞാലും നമുക്ക് അറിയണം നേഴ്സിംഗ് പാർട്ടാണോ പരീക്ഷയ്ക്ക് വരുന്ന, നേഴ്സിംഗ് പ്ലസ് GK ആണോ വരുന്നത് അല്ല, അല്ലെങ്കിൽ നേഴ്സിംഗ് പ്ലസ് നോൺ നേഴ്സിംഗ് ആണോ വരുന്നത് എന്നുള്ള ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ESI എഴുതുമ്പോൾ 125, നോർസെറ്റ് എഴുതുമ്പോൾ 100 100 രണ്ട് എക്സാം. ഫസ്റ്റ് എക്സാമിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് 30%, നോൺ നേഴ്സിംഗും 70% നേഴ്സിംഗ് കേട്ടോ. അതുപോലെ ഈ പറയുന്ന DME എക്സാം എന്ന് പറയുന്നത് 100% നേഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. IMS 100% നേഴ്സിംഗ് ക്വസ്റ്റ്യൻ ആണ്. ജിപ്മർ 70+30 എന്നുള്ള റേഷ്യോയിലാണ്. നിങ്ങൾ എല്ലാ എക്സാമും എഴുതുന്നവരാണെങ്കിൽ കംപ്ലീറ്റ് ക്ലാസ് കോൺസെൻട്രേറ്റ് ചെയ്യുക. DME IMS ആണെങ്കിൽ ഓൺലി നേഴ്സിംഗ് കേട്ടോ. നേഴ്സിംഗ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാവുള്ളൂ. നേഴ്സിംഗ് മാത്രമേ കോൺസെൻട്രേറ്റ്. നോൺ നേഴ്സിംഗ് ക്ലാസിന്റെ പുറകെ പോകരുത്. പത്രം ഗ്രൂപ്പിൽ ഇട്ടാൽ പോലും തുറന്നു നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ആവശ്യമില്ല. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്തതിന്റെ പുറകെ വെറുതെ പോകരുത് കേട്ടോ. വെറുതെ പോകേണ്ട കാര്യമില്ല. അതുപോലെ ഞാൻ പറയുന്നത് റാങ്ക് കേട്ടോ. റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിയണം, ഇപ്പൊ ESIC നമുക്ക് അല്ലെ 2000-3000 വേക്കൻസി എന്ന് പറഞ്ഞാൽ അവർ വിളിച്ചെന്ന് പറഞ്ഞ കാര്യമില്ല. നമുക്ക് ഏത് സോണിലാണ് ജോലി കിട്ടാൻ സാധ്യത കൂടുതൽ അല്ലെ എന്നുള്ള സോൺ നോക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു അല്ലെ. നമ്മൾ DHSന് ഓരോ ജില്ല വെച്ചതുപോലെ
ESIC എക്സാമിന് നമുക്ക് ഇഷ്ടമുള്ള, കാരണം നമുക്ക് കേരളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷൻ ആണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, തെലുങ്കാന വെക്കും അല്ലെ, തെലുങ്കാന വെക്കും, അല്ലെങ്കിൽ UP വെക്കും അല്ലെ, അല്ലെങ്കിൽ കൊൽക്കത്ത വെക്കും അല്ലെ. അവിടെയൊക്കെ വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സിമ്പിൾ ആയിട്ട് ചിലപ്പോൾ ജോലി കിട്ടിയാൽ കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള റാങ്ക് രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. റാങ്ക് രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഇപ്പം 100 വേക്കൻസി വന്നാൽ നമുക്കറിയാം 50 എണ്ണമാണ് ജനറലിന് കിട്ടുന്ന വേക്കൻസി അല്ലെ, ബാക്കി 50 റിസർവേഷൻ പോകും അല്ലെ. അപ്പം ആദ്യം 100 ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം 100 വേക്കൻസി വിളിക്കുകയാണെങ്കിൽ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് 75 എത്തിയാലേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ എക്സാംസിനും നമുക്ക് അല്ലെ കട്ട് ഓഫിലല്ല ഇമ്പോർട്ടൻസ് കാര്യം, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു റാങ്ക് കിട്ടുന്ന സ്കോറിലോട്ട് എത്തിപ്പെടാം കേട്ടോ. അപ്പം അത് നമുക്ക് ഒരു മൈൻഡിൽ വേണം. നമ്മളിപ്പോ പരീക്ഷ എഴുതിയതിനു ശേഷം നമ്മളൊന്ന് ആവറേജ് നോക്കുവാണ് അല്ലെ. ആവറേജ് നോക്കുമ്പോൾ നമ്മൾ വേക്കൻസിയും അതിന്റെ ആപ്ലിക്കേഷനും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെപ്പറ്റി എന്ത് ചെയ്യുന്നു, കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കിട്ടാൻ സാധ്യത ഇല്ല എന്നൊക്കെ മൈൻഡിൽ തോന്നും കേട്ടോ. എനിവേ അതൊക്കെ അവിടെ വെച്ച് പരീക്ഷ എഴുതുക, അതിന്റെ ആൻസർ കീ എന്താണെന്നുള്ളത് മെമ്മറൈസ് ചെയ്ത് നോക്കുക, അത് അവിടെ വെച്ച് അതങ്ങ് ഉപേക്ഷിക്കുക. മൈൻഡിൽ നിന്ന് ആ എക്സാം എടുത്ത് മാറ്റിയിട്ട് അടുത്ത എക്സാമിന് വേണ്ടി അടുത്ത പഠിത്തം അന്നേരം തന്നെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ അങ്ങനെ അങ്ങനെ ഉള്ളൂ. നമ്മൾ നോക്കുക അല്ലെ, നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ജോലി കിട്ടാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ആ ഓരോ എക്സാംസും ഇങ്ങനെ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ ചെയ്യുക, പക്ഷെ ട്രൈ ചെയ്യുന്നത് ഞാൻ പറയുന്നു അതിന് പ്രത്യേക സ്കില്ലുണ്ട്. സ്കില്ല് പ്രകാരമേ നമ്മൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇതാണ് നമ്മുടെ ബേസിക്. എല്ലാ എക്സാമിനെ പറ്റി നമുക്കൊരു അറിവുണ്ടായിരിക്കണം. അതുപോലെ നമുക്ക് അതിൽ എത്തേണ്ട ഒരു റാങ്കും നമ്മൾ ഓർക്കണം അല്ലെ. PSC നിങ്ങളിപ്പം കൽക്കട്ടയാണ് വെക്കുന്നതെങ്കിൽ അവിടെ ചിലപ്പം ജനറലിന് എത്ര സീറ്റ് കാണും, ചിലപ്പോൾ 100 സീറ്റ് ജനറലിന് ഉണ്ടെങ്കിൽ നമുക്കൊരു 150-നകത്ത് റാങ്ക് വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ കയറി അല്ലെ, തീർച്ചയായിട്ടും കയറിപ്പോവും. കാരണം കുറച്ച് റിസർവേഷൻ ഒക്കെ കിടക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ജനറൽ സീറ്റുകൾ പെട്ടെന്ന് എന്ത് ചെയ്യും അല്ലെ, പെട്ടെന്ന് കയറിപ്പോവും. അതുകൊണ്ട് 100 വേക്കൻസി ഉള്ളിടത്ത് ജനറലുകാർ എപ്പോഴും ആ 100-നകത്തുള്ള റാങ്കിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ 125 കേട്ടോ, 150 വരെ ഒന്നും പോകാൻ പറ്റത്തില്ല, 125-നകത്ത് വരിക കേട്ടോ. അതുപോലെ OBC ആണെങ്കിൽ 100 വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ OBCക്ക് അഡീഷണൽ 60 വേക്കൻസി കൂടെ ഉണ്ടെങ്കിൽ നമുക്കറിയാം 160-നകത്ത് വരെ നമ്മുടെ റാങ്ക് വന്നാൽ നമുക്ക് ഷുവർ ആയിട്ട് ജോലി കിട്ടും അല്ലെ. എന്നിരുന്നാലും നമുക്ക് അപ് ടു 200 വരെയൊക്കെ നമുക്ക് എന്താണ് പ്രതീക്ഷയാണ്, ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് അല്ലെ. 100 വേക്കൻസി പ്ലസ് 60 OBCയുടെ വേക്കൻസിയും കൂടെ ഉണ്ടെങ്കിൽ അല്ലെ. അതുപോലെ ഓരോന്നിനും അല്ലെ, SC ആണെന്നുണ്ടെങ്കിൽ 30 വേക്കൻസിയും കൂടെ കിടപ്പുണ്ട് അല്ലെ. 30 വേക്കൻസിയും കൂടെ കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, 100 ജനറലിന്റെ 100 കിടപ്പുണ്ട്, 60 OBCക്കാർ കയറിപ്പോവും, 160 ബാലൻസ് 30 അല്ലെ എന്ന് പറയുമ്പോൾ ഒരു 200-നകത്ത് നമുക്ക് റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കയറിപ്പോവാം കേട്ടോ. നമുക്ക് എല്ലാ എക്സാംസിനും നമുക്ക് മേടിക്കേണ്ട റാങ്ക് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, നമ്മൾ ടാർഗറ്റ് ചെയ്യണം കേട്ടോ. ഓരോ എക്സാംസിനും നമുക്ക് ഈ ഒരു റാങ്കിൽ എത്തിപ്പെട്ടാലേ ഇതിനകത്ത് ഈ എക്സാം എഴുതി നമുക്കൊരു കോൺഫിഡന്റ്, എഴുതി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടും അല്ലെ. എല്ലാവരും കട്ട് ഓഫ് ഒക്കെ പറയും അല്ലെ. നമ്മൾ അതിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ. അങ്ങനെ എന്ത് ചെയ്യണം, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ എക്സാംസിനും നമുക്ക് വരുന്ന പിഴവുകൾ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി മാറ്റി ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ഇതാണ് ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യം. അപ്പൊ ഇവിടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ആദ്യമേ നമ്മളെ മൈൻഡിൽ തീരുമാനിക്കണം സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ജോലി എനിക്ക് വേണമെന്ന് നമ്മളെ മൈൻഡിൽ എന്ത് ചെയ്യണം, നമ്മൾ ഫിക്സ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഒരു ആഗ്രഹമാണ്, നിങ്ങൾക്ക് ഒരു ജോലി വേണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യത്തോളൂ, കിട്ടത്തോളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു ലൈഫ് ഗോള് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഗവൺമെന്റ് ജോബ് കേട്ടോ. അല്ലാതെ നമ്മൾ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി അല്ലെ, ചിലരൊക്കെ ഉണ്ട് അല്ലെ, കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ട് അല്ല, അവരുടെയൊക്കെ ഒരു ഇൻസ്പിറേഷനിലൂടാവും വീണ്ടും പഠിച്ചു തുടങ്ങാം, വീണ്ടും ജോലി എടുക്കണം. അതൊന്നും അല്ല ഇമ്പോർട്ടൻസ്. ആരും നമ്മളെ കമ്പല് ചെയ്ത് അല്ലെ, കമ്പല് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, സ്വയം നന്നാവാവുന്ന കാര്യമല്ല. നമ്മൾ തന്നെ തീരുമാനം എടുത്ത് നമുക്ക് ജോലി വേണമെന്ന് നമ്മൾ തന്നെ തീരുമാനം കേട്ടോ. അപ്പൊ അതിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കേട്ടോ. ആറ്റിറ്റ്യൂഡ് എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യത്തോളൂ, നമുക്ക് ജോലി കിട്ടത്തോളൂ കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് കേട്ടോ. ഇത് ഇംഗ്ലീഷ് ലെറ്റർ നമ്മൾ ABCD Z വരെ എഴുതിയിട്ട് അല്ലെ, Aക്ക് നമ്മൾ 1 മാർക്ക്, Bക്ക് 2, Cക്ക് 3 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ Z വരെ എടുത്തു കഴിഞ്ഞാൽ കേട്ടോ, Z വരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓരോന്നിനും മാർക്ക് ഇട്ട് കൂട്ടി കഴിഞ്ഞാൽ Aക്ക് 1 അല്ലെ, Cക്ക് ഇത്ര, ഇത് എല്ലാം കൂടെ കൂട്ടുമ്പോൾ കറക്റ്റ് 100 വരും. കറക്റ്റ് 100. അതായത് നമുക്ക് 100% ആറ്റിറ്റ്യൂഡ് വേണം. 100% നമ്മൾ ഉറപ്പിക്കണം നമ്മുടെ മൈൻഡിൽ ജോലി വേണം കേട്ടോ. ജോലി വേണം,
എങ്ങനെയെങ്കിലുമൊക്കെ ജോലി മേടിച്ചെടുക്കും എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ആ ഒരു ഗോള് നമ്മൾ ഫിക്സ് ചെയ്യണം കേട്ടോ. ആ ഗോള് ഫിക്സ് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ ഒരു എക്സാമോ 2 എക്സാമോ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോയാലും തിരിച്ചു വരണം കേട്ടോ. തിരിച്ചു വന്ന് നമ്മൾ അത് എഴുതി എടുത്തുകൊണ്ട് പോകണം കേട്ടോ. അതാണ് കഴിവെന്ന് പറയുന്നത് കേട്ടോ. അതാണ് എന്തെന്ന് പറയുന്ന ഒരു ലൈഫ് ഗോള് കേട്ടോ. അപ്പൊ ലൈഫ് ഗോള് സെറ്റ് ചെയ്യാൻ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഏഹ് എല്ലാരും ഒരു ലൈഫ് ഗോളോട് കൂടിയല്ലേ വന്ന? അല്ലാതെ ആരെങ്കിലും ഇരിപ്പുണ്ടോ? അല്ലാതെ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഏഹ് ലൈഫ് ഗോള് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ? അതാണ് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് കേട്ടോ. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ ആദ്യത്തെ ക്ലാസ് ഒക്കെ അല്ലെ, ആദ്യത്തെ ക്ലാസ് കഴിയുമ്പോൾ ചിലപ്പം ചിലര് എന്ത് ചെയ്യും, ആ ഒരു മടുപ്പ് തോന്നും അല്ലെ, ഒരു മടുപ്പ് തോന്നും. എന്ത് ചെയ്യും, പിന്നെ റെക്കോർഡ് കേട്ട് പഠിക്കാം, അല്ലെങ്കിൽ പിന്നെ നോട്ട് നോക്കിയിരുന്ന് പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞു മാറും. പക്ഷെ അതല്ല വേണ്ടത്, ആറ്റിറ്റ്യൂഡ്സ് കേട്ടോ. ആറ്റിറ്റ്യൂഡ്സ് കേട്ടോ. ആ മഞ്ജുഷ എന്ന് പറയുന്ന കൊച്ച് എന്താണ് ഡിമാൻഡ്സ് ക്രാഷിന് വന്ന് ജോയിൻ ചെയ്തു. ആ ക്രാഷ് തുടങ്ങിയത് തൊട്ട് ക്രാഷ് അവസാനിക്കുന്ന ദിവസം വരെ ആ കൊച്ച് റെഗുലർ ആയിട്ട് എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്തു കേട്ടോ. എല്ലാ ക്ലാസ്സും 1 2 3 4 5 6 എന്നുള്ള രീതിയിൽ എല്ലാ ക്ലാസ്സും എന്ത് ചെയ്തു, അറ്റൻഡ് ചെയ്തു കേട്ടോ. അതുപോലെ പ്രീവിയസ് ബാച്ചിലും ഫുൾ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കാണ് എന്തിന് കിട്ടിയിരിക്കുന്നത്, നിമാൻസ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതുപോലെ ക്ലാസ് ഒന്നിടപെടാതെ ക്ലാസ് നമ്മളോടൊപ്പം പഠിച്ച് നമ്മൾ പഠിപ്പിക്കുന്നു, കൂടെ പഠിക്കുന്നു, സംശയം ചോദിക്കുന്നു, പറയുന്നു, പഠിക്കുന്ന ഇടയ്ക്ക് സംശയം ചോദിക്കുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ അങ്ങനെ 1 to 1 to 1 to 1 to കമ്മ്യൂണിക്കേഷൻസ് ചെയ്താണ് ഈ പറയുന്നവരൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന റാങ്ക് കേട്ടോ. നമുക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ട്, പക്ഷെ ഞാൻ എല്ലാവരും ജോയിൻ ചെയ്യുമ്പോഴേ നമ്മൾ ഫോട്ടോ ഇടത്തോളം കേട്ടോ. നിങ്ങൾക്ക് കാരണം ഒരു ജോലി കിട്ടി അത് സെലക്ഷൻ ആവുന്നവരെ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ ജോലി കിട്ടി സൈനിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഫോട്ടോ അറിയിക്കത്തോളൂ കേട്ടോ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും എന്താണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം കേട്ടോ. 100% നിങ്ങൾ മനസ്സിൽ എന്ത് ചെയ്യണം, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം കേട്ടോ. അത് മടി തോന്നരുത്. ഇപ്പം ക്ലാസ് ആഴ്ചയിൽ 3 ക്ലാസ് 4 ക്ലാസ് ഒക്കെ കാണും, ചിലപ്പോൾ 5 ദിവസവും ക്ലാസ് കാണും, 6 ദിവസവും ക്ലാസ് കാണും, ചിലപ്പോൾ ആഴ്ചയിൽ 7 ദിവസവും ക്ലാസ് കാണും. ആയിക്കോട്ടെ, വന്ന് ഇരുന്ന് പഠിക്കാനുള്ള ആ ഒരു അല്ലെ, പഠിക്കാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് കേട്ടോ, ആ ഒരു ഇൻട്രസ്റ്റ് കേട്ടോ, ആ ഒരു ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ കാണിക്കണം കേട്ടോ. എന്നിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, എന്നിരുന്നാൽ മാത്രം. കാരണം നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അത് പഠിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് വേണ്ടി വരും അല്ലെ. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിച്ച് 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 എന്ത് ചെയ്യും, എല്ലാ ലിസ്റ്റിലും കയറി കൂടും കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരു ലൈഫ് ഗോൾ സെറ്റിൽഡ് ആണോ എല്ലാവരുടെയും? എല്ലാവരുടെയും ഒരു ലൈഫ് ഗോൾ ഒക്കെ സെറ്റിൽ ആണോ? സെറ്റിൽഡ് ചെയ്തിട്ടുണ്ടോ? ലൈഫ് ഗോള് തീരുമാനിച്ച് തന്നെയാണോ അഡ്മിഷൻ എടുത്തത്, അതോ നിർബന്ധത്തിന് വഴങ്ങിയാണോ? ഏഹ് ഏഹ് ആ ലൈഫ് ഗോൾ എടുക്കണം കേട്ടോ. നമുക്ക് തോൽവികൾ സംഭവിക്കാം കേട്ടോ. തോൽവികൾ സംഭവിക്കാം. നമ്മൾ തോൽവിയിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും കേട്ടോ. അപ്പൊ അതിലൊന്നും ഒരു കാര്യമില്ല, അതിലൊന്നും ഒരു നാണവും ഒന്നും കാര്യമില്ല. ഓരോരുത്തർക്കും അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്, അവരുടേതായ പോരായ്മകളാണ് അല്ലെ, അവരുടേതായ ഡിഫിക്കൽറ്റി കാണും ലൈഫിൽ അല്ല. പേരൻസ് കാണും, പേരൻസിനെ നോക്കേണ്ടവർ കാണും, കുഞ്ഞുങ്ങളെ നോക്കേണ്ടവർ കാണും അല്ലെ, ആശുപത്രി ജോലി ചെയ്യുന്നവരായിട്ട് കാണും, ഫാമിലി ഇഷ്യൂസ് ഉള്ളവർ കാണും അല്ലെ. അല്ലെ, എല്ലാവർക്കും അവരുടേതായ പ്രോബ്ലംസ്. അങ്ങനെ നമ്മൾ ആ പ്രോബ്ലംസിന്റെ ഇടയ്ക്കാണ് നമ്മളെ ജീവിത ലക്ഷ്യവുമായിട്ട് നമ്മൾ നടക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ചിലപ്പോൾ 1 2 എക്സാമിലൊക്കെ നമ്മളൊന്ന് വൈകി പോകുന്നിരിക്കും. അതൊന്നും കാര്യമില്ല. അത് നിങ്ങൾ ആ ഒരു എമോഷനോട് കൂട്ടി നടക്കരുത്. എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല, ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇത് വിടുന്നതാണ് നല്ലതെന്ന് തോന്നും. അങ്ങനെ വേണ്ട ഒരാവശ്യമില്ല കേട്ടോ. പതുക്കെ 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 എന്ത് ചെയ്യും, സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് എന്നാണ് പറയുന്നത് കേട്ടോ. പതുക്കെ 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 നമ്മൾ പഠിച്ച് കേട്ടോ. ചിലപ്പോൾ ഒച്ചഴയുന്ന രീതിയിലായിരിക്കും നമ്മൾ പഠിച്ചു വരുന്നത്, പിന്നെ നമ്മൾ പഠിച്ചതിന്റെ സ്പീഡ് കൂടും, പിന്നെ നമ്മൾ നല്ല സ്കില്ലോട് കൂടി പഠിക്കും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, ക്രാക്ക് ചെയ്ത് എടുക്കും കേട്ടോ. അപ്പൊ ആ ഒരു ട്രാക്കിലോട്ട് എത്തിപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ ആദ്യമേ പറയുകയാണ്, നമുക്ക് ആ പഠിക്കുന്ന ആ ഒരു ട്രാക്കിലോട്ട് നിങ്ങൾ എത്തണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അത്ര ക്ഷമയും അത്ര ഫോളോ ഒക്കെ ചെയ്യുന്നവർക്കേ അത് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ അത്ര മനസ്സിനെയൊക്കെ ഏകാഗ്രമാക്കി അല്ലെ, സ്വാമിമാരൊക്കെ പറയുന്ന പോലെ മനസ്സിനെയൊക്കെ അത്ര ഏകാഗ്രമാക്കി അല്ലെ ഒക്കെ നമ്മൾ കൊണ്ടുവന്ന് ആ ഒരു സ്റ്റെപ്പിലോട്ട് എത്തുന്നതിന് കുറെ തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ അതിജീവിച്ച് നമുക്ക് ജോലി എന്നുള്ള ഒരു ജീവിത ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, 100% നമുക്ക് ആറ്റിറ്റ്യൂഡും ഉണ്ടെങ്കിൽ അല്ലെ, നമുക്ക് മടിയൊന്നുമില്ല,
എവിടെ സമയം കിട്ടിയാലും ഇരുന്ന് നമ്മൾ നോക്കും അല്ലെ. ചിലപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്ന യാത്രയിലായിരിക്കും അല്ലെ, ചിലപ്പോൾ നമ്മൾ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് നമ്മൾ ഫ്രീ ആവുന്ന ടൈമിലായിരിക്കും എടുത്തു വെച്ച് നോക്കുന്നത് അല്ലെ. അല്ലെ, ഒരു തുണ്ട് പേപ്പർ പോലും നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നേഴ്സിംഗ് റിലേറ്റ് ചെയ്ത് കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ചിലപ്പോൾ അല്ലെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ എവിടെയെങ്കിലും ചുരുട്ടി കൂട്ടിയായിരിക്കും കിടക്കുന്നത്, അതുപോലും നമുക്ക് എടുത്തു വെച്ച് നോക്കാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. അതുപോലും നോക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കേട്ടോ. ദാറ്റ് ഈസ് സെക്കൻഡ് ഇമ്പോർട്ടൻസ് തിങ്സ്. നമ്മുടെ ലൈഫ് ഗോൾ നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് ഓക്കെ ആണോ? സെക്കൻഡ് പാർട്ട് ഓക്കെ ആണോ? സെക്കൻഡ് സ്റ്റെപ്പ് ഓക്കെ ആണോ? ഓരോ എക്സാം എഴുതുന്നതിന് മുമ്പ് ആ എക്സാമിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ആ എക്സാമിൽ നമുക്ക് അതിന്റെ വേക്കൻസി നോക്കിയിട്ട് എത്ര റാങ്കിൽ ഞാൻ എത്തിയാൽ മാത്രമേ ഞാൻ ആ പരീക്ഷ ഫീസ് അടയ്ക്കുന്നത് കൊണ്ട് എനിക്ക് ആ എക്സാം എഴുതി റാങ്ക് കിട്ടും അല്ലെ. അപ്പൊ നിങ്ങൾ അഡ്വർടൈസ്മെന്റിൽ തന്നെ അവർ ഇടുന്നുണ്ട് ജനറൽ വേക്കൻസി 60 അല്ലെ. അപ്പൊ നമ്മളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 75-നുള്ളിൽ റാങ്ക് മേടിക്കാം അല്ലെ. ഓക്കെ, OBC ആണെങ്കിൽ 30 ഉണ്ടെങ്കിൽ 90, അതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്കൊരു 10 അങ്ങോട്ട് ഇടാം അല്ലെ. 90, 100-നകത്ത് റാങ്ക് വന്നാൽ ജോലി കിട്ടും. SC ST ആണെങ്കിൽ വീണ്ടും എത്രയാണ്, 120-നകത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ലൈഫ് ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യണം കേട്ടോ. ജോലി ആദ്യം ആ എക്സാമിനെ പറ്റി നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ഏത് മേഖലയാണ് പഠിക്കുന്നത് അല്ല, ഏത് മേഖലയാണ് നമ്മൾ പഠിക്കുന്നത് അല്ല, ഏത് മേഖലയാണ് പഠിക്കുന്നത്. ഇപ്പം വരുന്നു USA എക്സാംസ്, അവിടെ എന്താണ് ഇമ്പോർട്ടൻസ് അല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞുതരും, ഓരോ നോട്ടിഫിക്കേഷൻസ് കഴിയുമ്പോൾ ഞാൻ പറയും ഇന്നതാണ് ഇതിന് പഠിക്കേണ്ടത്, ഇന്നതാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഇന്ന ടോപ്പിക്സ് ആണ്. അപ്പൊ നിങ്ങൾ നേരെ അതിനോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്തോണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോ എക്സാമിനെ പറ്റിയുള്ള ബേസിക് ഐഡിയ, അതിന്റെ റാങ്ക് കിട്ടിയതിനു ശേഷം ചെയ്യണം. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻസ് തിങ്സ് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ഗോൾ നമ്മൾ സെറ്റ് ചെയ്തത്. ഓക്കെ, അടുത്തത് അല്ലെ, ജോലി എന്ന് പറയുന്നതിന്റെ ഹൈലൈറ്റ്സും നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. കരിയർ ഹൈലൈറ്റ്സ് അല്ലെ, നമുക്കറിയാം പോസ്റ്റ് എന്ന് പറയുന്ന നേഴ്സിംഗ് ഓഫീസർ പോസ്റ്റ് ആണ് അല്ല, അല്ലെങ്കിൽ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2 എന്നൊക്കെ പറയുന്ന പോസ്റ്റ് ആണ്. അപ്പൊ ആ ജോലി എന്ന് പറയുന്നത് നമ്മൾ കമ്പയർ ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ചിലപ്പോൾ എബ്രോഡോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ അല്ല, നാട്ടിൽ തന്നെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് മേഖലയൊക്കെ ആയി കേട്ടോ. നിങ്ങൾ നോക്കണം നമുക്ക് ഏതാണ് കംഫർട്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, നോക്കണം കേട്ടോ. കാരണം ഇപ്പം ചിലപ്പം ചിലർക്കൊക്കെ എബ്രോഡ് പോകേണ്ടി വരും അല്ലെ, ചിലർക്ക് എബ്രോഡ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. എന്ത് ചെയ്യുന്നു, ഇപ്പൊ സർക്കാർ മേഖലയിൽ നിന്നാണെങ്കിൽ റിസൈൻ ചെയ്ത് അബ്രോഡ് പോകുന്നവരുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ജോലിയുടെ ഹൈലൈറ്റ്സ് ആണ് അല്ലെ. അപ്പം നമ്മള് സെൻട്രൽ ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ജോലി നമ്മൾ തിരഞ്ഞെടുത്താൽ എന്താണ് നമുക്ക് അതിനുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. കരിയർ ഹൈലൈറ്റ്സിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കൃത്യമായിട്ട് സാലറി കിട്ടും അല്ലെ. പ്രൈവറ്റ് മേഖലകളെ പോലെ സാലറിക്ക് താമസം വരുത്തില്ല, അല്ലെങ്കിൽ NRSM എന്നൊക്കെ പറയുന്ന കോൺട്രാക്റ്റിലേക്ക് സാലറി ഡിലേ വരും അല്ലെ. അതുപോലെ കോൺട്രാക്ട് വ്യവസ്ഥയിലും ജോലിക്ക് സെക്യൂരിറ്റി സേഫ്റ്റി ഒന്നുമില്ല. ഇതെന്ന് പറയുന്ന സർക്കാർ ജോലിയാണ്, കൃത്യമായിട്ട് എന്ത് ചെയ്യും, സാലറി കിട്ടും അല്ലെ. സാലറി കറക്റ്റ് രീതിയിൽ സാലറി കിട്ടും, ഇൻഷുറൻസ് കിട്ടും അല്ലെ, ഇൻഷുറൻസ് കിട്ടും. പിന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ പൈസ കിട്ടും അല്ലെ, ഇത് കിട്ടും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ അച്ഛനെ അമ്മയും അല്ലെ, നിങ്ങൾക്ക് അച്ഛനെ അമ്മയെ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അമ്മായി അച്ഛൻ കേട്ടോ. ഏതുവരാണെങ്കിലും മാക്സിമം നിങ്ങൾക്ക് 6 ഡിപ്പെൻഡൻസിനെ വരെ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. അവരുടെ ഇൻഷുറൻസ് ആയാലും ട്രീറ്റ്മെന്റ് കാര്യങ്ങളായാലും, ഇൻ കേസ് അവർക്ക് പൈസ കൊടുത്തുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അതിന്റെ ബില്ല് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീഇംബേഴ്സ് ചെയ്ത് കിട്ടാൻ പറ്റും കേട്ടോ. അപ്പൊ അതൊരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് അല്ലെ. എന്തുകൊണ്ട് നമുക്ക് ഹെൽത്തിന് ഒരു കവറേജ് കിട്ടുക എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് അല്ലെ. നമ്മൾ സർക്കാർ ഹോസ്പിറ്റലിലൊക്കെ പോയി അല്ല, എന്നെക്കാളും നമുക്ക് പ്രൈവറ്റ് അല്ല, പ്രൈവറ്റ് ഇപ്പം നമുക്കറിയാം, ഇപ്പൊ എയിംസും അവിടെ ഇവിടെയൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടത്തേക്ക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് അല്ല. നമുക്ക് ഈ നമ്മളെ കാർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അല്ലെ, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം, CGHS എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല അല്ലെ. നമ്മുടെ ഫാമിലി കാര്യങ്ങളൊക്കെ എന്താണ്, സുരക്ഷിതമാണ്. നമ്മുടെ പേരൻസ് അവരും സുരക്ഷിതമാണ് അല്ലെ. പിന്നെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ജോലി ഇല്ലെങ്കിൽ അവരെയും എന്ത് ചെയ്യാം, ഇതിനകത്തോട്ട് ആഡ് ചെയ്യാനൊക്കെ പുതിയ പുതിയ റൂളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എനിവേ നിങ്ങൾക്ക് ഒരു ടോട്ടലി ഒരു സെറ്റിൽമെന്റ് ആണ്. ഒരു ജോബ് നിങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരു സെറ്റിൽമെന്റ് ആണെന്നുള്ള ഒരു വിചാരം നിങ്ങളുടെ മൈൻഡിൽ വേണം കേട്ടോ. അപ്പൊ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ കുട്ടികളുടെ പഠിത്തം നടക്കും കേട്ടോ. കുട്ടികളുടെ പഠിത്തത്തിനും എന്ത് ചെയ്യുന്നു, ഫീസ് കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ നമുക്ക് കംപ്ലീറ്റ് ഇൻഷുറൻസ് കിട്ടും, സാലറി കൃത്യമായിട്ട് കിട്ടും. വർഷത്തിൽ 2 തവണ DA കേട്ടോ, 2 തവണ എന്ത് ചെയ്യും, DA കൂടും. അതുപോലെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു, ബോണസ് കിട്ടും കേട്ടോ. അതുപോലെ ഇൻക്രിമെന്റ് കിട്ടും കേട്ടോ.
അങ്ങനെ ഒരുപാട് എന്ത് ചെയ്യുന്നു, ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് കേട്ടോ. ഈ അറ്റ് പ്രസന്റ് ഇപ്പൊ നിങ്ങൾ പ്രസന്റ് ആയിട്ടൊക്കെ നമ്മൾ ഒരു ഇനി അങ്ങോട്ട് എഴുതാൻ പോകുന്ന സെൻട്രൽ ഗവൺമെന്റ് എക്സാം ഒക്കെ എഴുതി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം കുറഞ്ഞത് ഒരു 80-85 സാലറി എന്ത് ചെയ്യും, സ്റ്റാർട്ടിങ് കിട്ടും കേട്ടോ. 80-85 സാലറി നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് കിട്ടും കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ഓർക്കണം. അത്രയ്ക്കും എന്ത് ചെയ്യുന്നു, അത്രമാത്രം എന്ത് ചെയ്യുന്നു, DA കാര്യങ്ങളൊക്കെ ഇപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ. കേട്ടോ. ഇനി സെയിം തന്നെയാണ് 2026 വരാൻ പോവാണ്. പേ റിവിഷൻ കാര്യങ്ങളൊക്കെ വരുന്നു അല്ലെ, വരുന്നു. ഓക്കെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബാധ്യതകളുണ്ട് അല്ലെ, കടങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട് വെക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലോൺ ആയാലും അതിനൊന്നും ഒരു തടസ്സവും ഇല്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരുപാട് ഹൈലൈറ്റ്സ് ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്ര നമ്മളെ ഒരു ലൈഫ് ഗോൾ ആക്കി ഇതിനെ മാറ്റണം കേട്ടോ. അത് നിങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടണമെന്നൊക്കെയുള്ള ഒരു മനസ്സിൽ ആ ജോബിനോടുള്ള ഒരു ഇഷ്ടം ഉണ്ടായിരിക്കണം കേട്ടോ. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സമൂഹത്തിൽ മാന്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റസ്, ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ മൈൻഡിൽ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. ഉൾപ്പെടുത്തി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മളെ ലൈഫ് ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു തുടങ്ങാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ജോലിയുടെ ഹൈലൈറ്റ്സ് ഒക്കെ മനസ്സിലായോ? ഒരു ജോലി കിട്ടിയാൽ കിട്ടാവുന്ന അഡ്വാൻറ്റേജസ് മനസ്സിലായോ? മനസ്സിലായോ? ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഗവൺമെന്റ് ജോബ്. ഒരു ഗവൺമെന്റ് ജോബിന് ഉണ്ടായിരിക്കേണ്ട അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ രണ്ട് ജോലികളുണ്ട്. ഒന്ന് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ് നാട്ടിൽ നിൽക്കാന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ജോബ്സ്. സെൻട്രൽ ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത് നാട് വിട്ടു പോകേണ്ടി വരും കേട്ടോ. അടുത്ത സ്റ്റേറ്റിലൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരും. പക്ഷെ ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളത് സെൻട്രലാണ് കേട്ടോ. സെൻട്രലാണ് എപ്പോഴും സേഫ് ആൻഡ് സെക്യൂർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവിടം വരെ ഓക്കെ ആണോ? ഇവിടം വരെ ഓക്കെ ആണോ? ഇവിടം വരെ മനസ്സിലായോ? ആദ്യത്തെ 3 പോയിന്റ് ഓക്കെ അല്ലേ? 3 പോയിന്റ് ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ജോലിയെ പറ്റി അറിയണം, റാങ്ക് അറിയണം, നമ്മളൊരു ലക്ഷ്യബോധം വെക്കണം. ആ ലക്ഷ്യബോധം ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജോലിയുടെ ഹൈലൈറ്റ്സ് തന്നെയാണ് അല്ലെ. ഇത്രയും കാര്യങ്ങൾ എന്റെ ജീവിതത്തിലോട്ട് വരുവാണ് അല്ലെ. ഇപ്പൊ നമ്മൾ സീറോ ആയിട്ടായിരിക്കും ചിലപ്പോൾ നടക്കുന്നത് അല്ലെ. നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ സീറോ ആയിരിക്കും അല്ലെ, ഒന്നുമില്ല അല്ലെ എന്നുള്ളവരും ഉണ്ട് അല്ലെ. അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് കേട്ടോ. സീറോ ലൈഫായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മുടെ സീറോ ലൈഫിലോട്ടാണ് നമ്മുടെ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ലൈഫിലോട്ട് ഫുൾഫിൽ ചെയ്യുന്നത് അല്ലെ. കൃത്യമായിട്ടുള്ള സാലറി കാര്യങ്ങൾ ഇതെല്ലാം വരും അല്ലെ. അത്രത്തോളം നമുക്ക് ആ ജോലി നേടിയെടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമ്മൾ കാണിക്കും കേട്ടോ. അപ്പൊ ദാറ്റ് ഈസ് അവർ കരിയർ ഹൈലൈറ്റ്സ്. ഓക്കെ. പിന്നെ നേടണമെങ്കിൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാം കോമ്പറ്റീഷൻ കേട്ടോ. ഭയങ്കര കോമ്പറ്റീഷൻ ആണ് കേട്ടോ. ഭയങ്കര കോമ്പറ്റീഷൻസ് ആണ് അല്ലെ. ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. സ്വന്തമായിട്ടിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാല് അല്ല, പഠിച്ച് ഒക്കെ എഴുതിയെടുക്കാവുന്നതൊക്കെ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യണം, അതിനേക്കാളൊക്കെ ഒരു അതെന്ന് പറയുന്ന ഒരു ഹാർഡ് വർക്കാണ്. സ്വന്തമായിട്ട് പഠിച്ച് എടുക്കുക എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹാർഡ് വർക്കാണ്, ബുദ്ധിമുട്ടാണ്. കുറെയൊക്കെ നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഗൈഡൊക്കെ മേടിച്ച് പഴയ നോളജ് ഒക്കെ നമ്മൾ എടുത്തെടുത്ത് ഒക്കെ കൊണ്ടുവരണം കേട്ടോ. ഷോർട്ട് വേയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കോച്ചിങ് സെന്റർ മാത്രമാണ് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഒരു ഷോർട്ട് വേയിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ സഹായിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ കോച്ചിങ് സെന്റർ ആണ്. കോച്ചിങ് സെന്റർ ആണ് തീർച്ചയായിട്ടും എടുക്കുന്നത്. അപ്പം എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരും അല്ല, ബെറ്റർ ആയിട്ടുള്ള കോച്ചിങ് സെന്ററുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ ലൈഫ് ഗോള്, ആ ലൈഫ് ഗോൾ ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം നമുക്ക് നല്ല ജോബ് ഹൈലൈറ്റ്സ് ഉണ്ട് അല്ലെ. ഇത്ര കാര്യങ്ങൾ നമ്മൾ ഇതിലുണ്ട്. പക്ഷെ നമുക്ക് അതിനു വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു ചാനലും കറക്റ്റ് ആയിരിക്കണം കേട്ടോ. എക്സലന്റ് കോച്ചിങ് സെന്റർ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ കേട്ടോ. സെലക്ട് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് എക്സലന്റ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കും കംഫർട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ വെറുതെ ആ അൺകംഫർട്ടബിൾ സോണിൽ നിൽക്കരുത്. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് വേറെ ഏതെങ്കിലും കോച്ചിങ് സെന്റർ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇപ്പോഴേ ഞാൻ പറയുകയാണ്, ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്, ഇറ്റ്സ് യുവർ ലൈഫ് ഗോൾ. നിങ്ങളുടെ ലൈഫ് ഗോൾ ആണ്, നിങ്ങളുടെ അല്ലെ ഹൈലൈറ്റ്സ് ആണ്, നിങ്ങൾക്ക് കിട്ടുന്ന ജോബാണ്. അത് നിങ്ങൾക്ക് ഇത്ര പ്രായപരിധിക്കുള്ളിലെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അല്ലെ. ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ജനറൽ ജോലിയെ പറ്റി നമ്മൾ ചിന്തിക്കണ്ട അല്ലെ. 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അല്ലെ. നമുക്ക് കഴിഞ്ഞു. പിന്നെ നമുക്ക് അബ്രോഡേ ചാൻസ് ഉള്ളൂ, അല്ലെങ്കിൽ നാട്ടിലെ പ്രൈവറ്റ് കൃത്യമായ ശമ്പളം പോലും തരത്തില്ല അല്ലെ. അല്ലെ, 1/3 ശമ്പളം തരുന്നുണ്ട്. പേ സ്കെയിലൊക്കെ വലുതായിട്ട് കാണിക്കും അല്ലെ. അല്ലെ, സമരം ചെയ്യുന്നുണ്ട്. ജാസ്മിൻ ഷായുടെ കെയർ ഓഫിൽ സമരം ചെയ്യുന്നുണ്ട്. ഇത്ര സാലറി വരുത്തി. പക്ഷെ എന്ത് ചെയ്യുന്നു,
റെക്കോർഡിക്കലി ചിലപ്പോൾ നമുക്ക് അത്രയും സാലറി കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ അല്ലെ, ബൈ ഹാൻഡ് വരുമ്പോൾ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ പല രൂപത്തിൽ കഴിഞ്ഞിട്ട് വളരെ തുച്ഛമായിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് കിട്ടുന്നത്, കയ്യിൽ സാലറി വരുന്നത്. കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ്, യുവർ ലൈഫ് കോച്ച് ഇറ്റ്സ് ആൻ എക്സലന്റ് കോച്ചിങ് സെന്റർ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻസ് ആണ്. കേട്ടോ. കോച്ചിങ് സെന്റർ ആണ്, ഞാൻ കാര്യമായിട്ട് പറയണം, കോച്ചിങ് സെന്റർ നമ്മളെ ഇവിടുത്തെ പല റിസൾട്ടുകൾ കേട്ടോ, പല റിസൾട്ടുകളും പല കോച്ചിങ് സെന്ററുകളിലും പഠിച്ച് പഠിച്ച് എന്ത് ചെയ്യുന്നു, ജോലി കിട്ടാതെ ക്ലിയർ ആവാതെ നമ്മുടെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. അങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പലരും രക്ഷപ്പെട്ടിട്ടുള്ളത്. കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ തുറന്നങ്ങ് പറയുകയാണ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന കോച്ചിങ് സെന്റർ കേട്ടോ, നിങ്ങൾ ഓരോരുത്തരും ഈ കോച്ചിങ് സെന്റർ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ജോലി മേടിച്ചു അല്ല, ഫ്രണ്ട്സ് ജോലി മേടിച്ചു, ഓക്കെ, അവർ പറയുന്ന അനുഭവം വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ കറക്റ്റ് അല്ല, ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ കേട്ടോ, തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ഒരു അൺകംഫർട്ടബിൾ സോണിൽ നിൽക്കരുത് കേട്ടോ. അൺകംഫർട്ടബിൾ സോണിൽ നമ്മൾ നിൽക്കരുത് കേട്ടോ. പക്ഷേ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ. ആരും നമ്മൾ അങ്ങനെ നമുക്കൊരു അൺകംഫർട്ടബിൾ ആണെന്നുള്ള രീതിയിലൊന്നും ആരും പറഞ്ഞു കേട്ടില്ല കേട്ടോ. പിന്നെ ചിലരൊക്കെ എന്ന് വെച്ചാൽ നിർത്തുന്നതെന്ന് വെച്ചാൽ അവരുടെ ഇന്റേണൽ ഫാമിലി പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, പലരും അല്ല കുറച്ചു പേരൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്തൊക്കെ പോകുന്നു. പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. വരുന്നു, പുതിയവർ വരുന്നു, പഠിപ്പിക്കുന്നു, പഠിപ്പിച്ചിറക്കുന്നു, അടുത്തവർ വരുന്നു, റിസൾട്ട് ഉണ്ടാവും കേട്ടോ. എനിവേ എല്ലാ എക്സാംസിനും നമുക്ക് റിസൾട്ട് ഉണ്ട് കേട്ടോ. ഇന്ത്യയിലെ ഏത് എക്സാംസിനും നമ്മൾ ഇവിടുന്ന് പോയി ആരെങ്കിലും ഒക്കെ എക്സാം എഴുതി എന്ത് ചെയ്യുന്നു, റാങ്ക് മേടിച്ചു അല്ലെ. ഇപ്പൊ കഴിഞ്ഞുള്ള ജിപ്മർ കഴിഞ്ഞു, റാങ്ക് ഉണ്ട്. നിമാൻസ് കഴിഞ്ഞു, റാങ്ക് ഉണ്ട് അല്ലെ. പല എക്സാംസ് UP കഴിഞ്ഞു, റാങ്ക് ഉണ്ട് അല്ലെ. എയിംസ് കഴിഞ്ഞു, നോസെറ്റ് കഴിഞ്ഞു, നമുക്ക് റാങ്ക് ഉണ്ട്. EHSന് നമുക്ക് റാങ്ക് ഉണ്ട്, DMEക്ക് റാങ്ക് ഉണ്ട് അല്ലെ. എല്ലാം ഏതൊക്കെ എക്സാം ഇതുവരെ നടന്നിട്ടുണ്ട്, ആരൊക്കെ പോയി എഴുതുന്നുണ്ട്, ആരെങ്കിലും ഒക്കെ റാങ്ക് മേടിച്ചോണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാത കറക്റ്റ് ആയിരിക്കണം കേട്ടോ അല്ലെ. ഇപ്പം നമ്മൾ കുറച്ച് ഫീസ് കൊണ്ട് അടച്ചു അല്ലെ, നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ കിട്ടിയില്ല, നമുക്ക് കൃത്യമായിട്ട് ക്ലാസ് കിട്ടിയില്ല അല്ലെ, അല്ലെങ്കിൽ നമ്മളെ എല്ലാം കൂടെ അവസാനമായിട്ട് അവിയൽ പരിവാക്കി അല്ലെ. അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു വലിയ ഭാഗം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ലൈഫിന്റെ ഒരു നല്ല വലിയൊരു ഭാഗം എന്ത് ചെയ്യാണ്, നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പം എക്സാം പെട്ടെന്ന് എക്സാമിന്റെ ഡേറ്റ് കയറി വന്നു, അവസാനം കൊണ്ടിട്ട് കണ്ടിന്യൂസ് ഇട്ട് പഠിപ്പിച്ച് അതൊന്നും അങ്ങനെയൊന്നും ഫോളോ ചെയ്യാനൊന്നും ആരെയും കൊണ്ടും പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ഒരു അവിയൽ പരുവാക്കി പോയി പഠിച്ച് എന്തോന്നും ഒരു കാര്യമില്ല കേട്ടോ. പറയുന്നത് നമ്മള് അല്ലെ, സെറ്റ് ചെയ്യുന്നു എക്സാമിന് മുമ്പ് ഒരു റിവിഷൻ നടത്തുന്നു, എക്സാം കഴിഞ്ഞിട്ട് ഒരു മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നു അല്ല, ഒന്നും പ്രിപ്പയർ ആയി ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്നുള്ള രീതി കേട്ടോ. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അല്ലെ, നമ്മൾ മോഡൽ എക്സാം ചെയ്ത് നമ്മുടെ മിസ്റ്റേക്ക്, ആദ്യത്തെ മോഡൽ എക്സാമിലെ നമ്മുടെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് രണ്ടാമത്തെ മോഡൽ എക്സാം എഴുതും അല്ലെ. രണ്ടാമത്തെ മോഡൽ എക്സാമിലെ മിസ്റ്റേക്ക് നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ മോഡൽ എക്സാം എഴുതും അല്ലെ. അങ്ങനെ പിന്നെ നമ്മൾ 4 അല്ലെങ്കിൽ 5 മോഡൽ എക്സാം എഴുതി ആറാമത്തെ മോഡൽ എക്സാം ഇസ് അവർ ഫൈനൽ എക്സാം. അവിടെ പോയിട്ട് നമ്മൾ ഈ 5 മോഡൽ എക്സാംസിലും നമ്മൾ വരുത്തിയ തെറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നൊരു ഐഡിയ കിട്ടി, നമ്മൾ ഫൈനൽ എക്സാം എഴുതി ക്ലിയർ ആവും കേട്ടോ. ഇതാണ് എനിക്ക് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനം അത് ഏതോ ആയിക്കോട്ടെ കേട്ടോ, നമ്മളെ എന്റെ സ്ഥാപനമെന്നോ നമ്മുടെ സ്ഥാപനമെന്നോ എന്തോ ആയിക്കോട്ടെ കേട്ടോ, ഏത് സ്ഥാപനം ആയിക്കോട്ടെ. പക്ഷെ എന്ത് ചെയ്യണം, ഉത്തരവാദിത്വം നമുക്ക് ഒരു കംഫർട്ടബിൾ, നമുക്ക് അറിയാലോ ഞാൻ എത്ര അല്ല ഇത്ര രീതിയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ എന്റെ നോളജ് അതിനേക്കാൾ ഡബിൾ ആയെന്ന് നമുക്ക് തോന്നണം കേട്ടോ. നമുക്ക് തോന്നിയാൽ മാത്രമേ നമുക്ക് ആ കോച്ചിങ് സെന്റർ എക്സലന്റ് എന്ന് പറയാൻ പറ്റൂ കേട്ടോ. എക്സലന്റ് ഒരു കോച്ചിങ് സെന്ററിലൂടെ വേണം എന്ത് ചെയ്യാൻ, നമ്മൾ കടന്നു പോവാൻ കേട്ടോ. വീണ്ടും ഞാൻ പറയുന്നു, പഠിച്ചു തുടങ്ങണം. പഠിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നു, യുവർ ഏജ് അല്ലെ 30 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ജനറലുകാർക്ക് പിന്നെ ഒരു എക്സാമും എഴുതാൻ പറ്റത്തില്ല. 33 വയസ്സ് കഴിഞ്ഞാൽ OBC-ക്കാർക്ക് ഒരു എക്സാം എഴുതാൻ പറ്റും. 36 വയസ്സ് കഴിഞ്ഞാൽ അല്ല SC ST-ക്കാർക്ക് മിക്ക എക്സാമും എഴുതാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ ഈ ലൈഫിനുള്ളിൽ നിങ്ങൾ വെറുതെ അല്ലെ ഒരു കോച്ചിങ് സെന്ററിൽ പോയി നിങ്ങൾ അൺകംഫർട്ടബിൾ എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, നിങ്ങളുടെ അല്ലെ ആ ടൈം, നിങ്ങളുടെ ആ ലൈഫിന്റെ അല്ലെ, നിങ്ങൾ ആ 30 വയസ്സിന് വരെയാണ് നിങ്ങൾക്ക് അല്ലെ സമയമുള്ള അല്ലെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരു 27-ാമത്തെ വയസ്സിലോ 28-ാമത്തെ വയസ്സിലോ ഒരു കോച്ചിങ് സെന്ററിൽ പോയി ചേർന്ന് വെറുതെ അവിടെ എന്ത് ചെയ്തു, സമയം കളഞ്ഞു അല്ലെ. വെറുതെ അത് സമയം കളഞ്ഞ് ഇറ്റ്സ് എ ലൈഫ് ലോസ് ആയിരിക്കും കേട്ടോ. നിങ്ങളുടെ ലൈഫ് ഗോൾ അച്ചീവ് ചെയ്യുന്നതിന്റെ എന്ത് ചെയ്യുന്നു, ആ ഒരു ലോസ് ആണ് അവിടെ സംഭവിക്കുന്നത്. മനസ്സിലായോ? കാര്യം പിടികിട്ടിയോ കാര്യം മനസ്സിലായോ?
കാര്യം മനസ്സിലായോ? ക്ലിയർ ആണോ? ഏ മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഇതുപോലെ ഇന്നത്തെ പോലെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടത്തില്ല. നിങ്ങൾക്ക് ആപ്പിനകത്ത് ഒരു ചാറ്റ് ബോക്സ്, ചാറ്റ് ഉണ്ട് അല്ലെ, അതിൽ Batch 31 ചാറ്റിൽ ഇതുപോലെ നമ്മൾ ക്ലാസ്സിന്റെ ലിങ്ക് ഇടും. അതുപോലെ ടൈം ടേബിൾ ഒരാഴ്ചക്ക് മുമ്പ് തരും കേട്ടോ. അപ്പൊ നാളെ ക്ലാസ് ഇല്ല, മറ്റന്നാൾ നമുക്ക് ക്ലാസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ ആഴ്ചത്തെ ടൈം ടേബിൾ എന്ത് ചെയ്യും, ഇന്ന് ഗ്രൂപ്പിൽ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യും. ആ സമയം അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവ് ക്ലാസ്സിൽ എങ്ങനെയെങ്കിലുമൊക്കെ ടൈം കണ്ടെത്തി എത്തുക. ജോലി പോകുന്നവരാണ്, ഫാമിലി നോക്കാനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ റെക്കോർഡിംഗ് ക്ലാസ് കേൾക്കുക. എന്നിരുന്നാലും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡ്യൂട്ടി ടൈം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ലൈവ് ക്ലാസ്സിൽ വരിക കേട്ടോ. ലൈവ് ക്ലാസ്സിൽ വരിക. ലൈവ് ക്ലാസ് ഈ പറയുന്ന പോലെ ഒരു 1.5-2 മണിക്കൂർ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ലൈവ് ക്ലാസ്സിൽ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ അതങ്ങ് തീർന്നു. പിന്നെ അതിന്റെ നോട്ടും ഒക്കെ എഴുതി അല്ലെ ഒന്ന് ക്ലിയർ ചെയ്ത് അങ്ങ് പോയാൽ മതി കേട്ടോ. അപ്പൊ നോട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, നിങ്ങൾ ക്ലിയർ ചെയ്ത് പോയാൽ മതി. ഓക്കെ. എനിവേ നമ്മളെ കോച്ചിങ് സെന്റർ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു, ഇപ്പൊ നമുക്ക് ഇനിഷ്യലി 3 ക്ലാസ് ആയിരിക്കും വരുന്നത് കേട്ടോ. ആഴ്ചയിൽ 3 കേട്ടോ. ആഴ്ചയിൽ 3 ആയിരിക്കും. ചില ആഴ്ചകൾ, കാരണം നൈറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില ആഴ്ചയിൽ 2 ക്ലാസ് കാണും, ചില ആഴ്ചയിൽ 4 ക്ലാസ്. എനിവേ നമ്മൾ അതൊരു എന്ത് ചെയ്യും, ഒരു മാസം എന്ന് പറയുമ്പോൾ അല്ലെ, ഒരു മാസം എന്ന് പറയുമ്പോൾ നമുക്ക് 5 ആഴ്ച കേട്ടോ. 5 ആഴ്ച എന്ന് പറയുമ്പോൾ 15 കേട്ടോ. മിനിമം ഒരു 15 ക്ലാസ് ഒരു മാസം കാണും കേട്ടോ. മിനിമം ഒരു മന്തിൽ 15 ക്ലാസ് എങ്കിലും മിനിമം എന്ത് ചെയ്യും, കാണും കേട്ടോ. ഓക്കെ. 2 മണിക്കൂറാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. 2 മണിക്കൂറാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. ഓക്കെ. ക്ലാസിന്റെ നോട്ട് PDF ആയിട്ട് നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസിന്റെ നോട്ട്, ക്ലാസിന്റെ നോട്ട്സ് കേട്ടോ. ഈ നോട്ട്സ് ആരും എഴുതിയെടുക്കാൻ നിൽക്കുക. ദയവ് ചെയ്ത് ഈ നോട്ട്സ് ആരും എന്ത് ചെയ്യരുത്, എഴുതരുത് കേട്ടോ. ഈ നോട്ട്സ് ആരും എഴുതരുത്. ദിസ് ഫോർ എ റീഡിംഗ് പർപ്പസ് കേട്ടോ. അതായത് ക്ലാസ് അല്ല, ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് ഒരു ക്ലാസ് വരുന്നു, ക്ലാസിന്റെ ടൈം ടേബിൾ വരുന്നു, ഇന്നതാണ് ഇന്ന ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്, ഇന്ന ടോപ്പിക് ആണെന്നുള്ളത് പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് റീഡ് ചെയ്തിട്ട് വേണം. നോട്ട്സ് ജസ്റ്റ് റീഡ് ഓൺലി കേട്ടോ. ഞാൻ ആദ്യമേ പറയുന്നത്, നമ്മൾ എക്സാം എസ് എ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. എസ് എ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ അല്ല നമ്മൾ പഠിക്കുന്നത് ക്രാക്കിംഗ് ഓഫ് MCQ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ PDF നോട്ട് ഇരുന്ന് ആരും നോട്ട് ബുക്കിലോട്ട് പകർത്താൻ നിൽക്കരുത് കേട്ടോ. ഇനി വായിക്കാൻ, ആപ്പ് വഴി വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റാങ്ക് ഫയലാക്കി പ്രിന്റ് ചെയ്ത് തരുന്നത് കേട്ടോ. ഫോട്ടോ കോപ്പി എടുത്ത് റാങ്ക് ഫയൽ അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് കേട്ടോ. BHU എക്സാം കേരളത്തിൽ സെന്റർ കാണും കേട്ടോ. ഓക്കെ. അപ്പൊ ഈ PDF നോട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ റീഡ് ഓൺലി കേട്ടോ. ദയവ് ചെയ്ത് ആരും ഇത് എഴുതാൻ കേട്ടോ. നിങ്ങൾക്ക് നോട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഞാൻ സ്ലൈഡ് വിട്ടാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. ഇതേ തന്നെ ഇതേപോലെ സ്ലൈഡ്, ഇപ്പൊ ഞാൻ എങ്ങനെയാണ് ഓറിയന്റേഷൻ ക്ലാസ് എടുക്കുന്നത്, സെയിം തന്നെ സ്ലൈഡ് കേട്ടോ. സ്ലൈഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സ്ലൈഡിൽ ഞാൻ ഓരോ പോയിന്റ് ഇങ്ങനെ പറയുന്നു അല്ലെ, ശരി, ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് എന്നൊക്കെ പറയാം കേട്ടോ. ഇതാണ് നിങ്ങളുടെ നോട്ട് കേട്ടോ. ഇതേ നിങ്ങൾ എഴുതിയെടുക്കാവുള്ളൂ നോട്ട്. കാരണം അത്രയും ലഘൂകരിച്ചുള്ള നോട്ടുകളാണ് നമുക്ക് വേണ്ടത് കേട്ടോ. കാരണം നമ്മളായിട്ട് നമ്മളൊരു സിലബസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മള് അല്ല, ഇന്ന പരീക്ഷയ്ക്ക് ഇന്ന സിലബസ് ഒന്നുമില്ല, നമുക്കായിട്ട് നമ്മളൊരു നേഴ്സിംഗ് സിലബസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നേഴ്സിംഗ് സിലബസിൽ 33ഓളം സബ്ജക്റ്റുകൾ പഠിപ്പിക്കും കേട്ടോ. 33ഓളം സബ്ജക്റ്റുകൾ പഠിപ്പിക്കും കേട്ടോ. അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ന്യൂട്രീഷൻ എന്ന് തുടങ്ങി ഏറ്റവും ഇഷ്ടം അങ്ങ് അവസാനം പീഡിയാട്രിക്സിൽ പോയിട്ടാണ് ഇത് അവസാനിക്കുന്നത് കേട്ടോ. അപ്പം ഏകദേശം 33 സബ്ജക്റ്റുകളുണ്ട്. ഈ 33 സബ്ജക്റ്റുകൾക്ക് നമുക്ക് സ്ലൈഡും ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ സ്ലൈഡ് പ്രകാരമായിരിക്കണം നിങ്ങളുടെ നോട്ട്. നിങ്ങളുടെ നോട്ട് എന്ന് പറയുന്നത് സ്ലൈഡ് ആണ്. അപ്പൊ 33 സബ്ജക്റ്റിന്റെ സ്ലൈഡ് നോട്ട് കേട്ടോ. അതായത് ഇപ്പൊ അനാട്ടമി ആണെങ്കിൽ നിങ്ങൾ കൂടി പോയി കഴിഞ്ഞാൽ എനിക്കൊരു 20-25 സ്ലൈഡ് കാണും കേട്ടോ. അനാട്ടമിക്ക് ഒരു 25 സ്ലൈഡ്. അപ്പൊ 25 സൈഡിലുള്ള നോട്ട് എഴുതണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വരയിട്ട ബുക്ക് എടുക്കുകയാണെങ്കിൽ ഒരു 3-4 ബുക്ക് കേട്ടോ, 3-4 പേജിനകത്ത് നിൽക്കാവുന്ന രീതി കേട്ടോ. 3-4, ചിലപ്പോൾ 2-3 കാണും കേട്ടോ. അപ്പൊ നിങ്ങളൊരു രജിസ്റ്റർ ബുക്ക് മേടിക്കുക കേട്ടോ. വരയിട്ട ഒരു രജിസ്റ്റർ ബുക്ക് കേട്ടോ. അതായത് തിക്നെസ് ഒക്കെ കൂടിയ രജിസ്റ്റർ ബുക്ക് കിട്ടും കേട്ടോ. 500 പേജ് അല്ലെ, 800 പേജിന്റെ ഒക്കെ രജിസ്റ്റർ ബുക്ക് കിട്ടും കേട്ടോ. അപ്പൊ രജിസ്റ്റർ ബുക്ക് മേടിച്ചിട്ട് എന്ത് ചെയ്യണം, പോയിന്റ് ജസ്റ്റ് പോയിന്റ് മാത്രം അങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് പോയിന്റ് എന്താണെന്നുള്ള രീതിയിൽ പറയും അല്ല. ഇപ്പൊ നോർമൽ ICP അല്ലെ എന്നുള്ള രീതിയിൽ, ഇപ്പൊ നോർമൽ ICP എത്രയാണെന്നുള്ളത്
ആ ഒരു പോയിന്റ് നിങ്ങൾ എഴുതി വെക്കുക അല്ലെ. നെക്സ്റ്റ് ICP അല്ല മോണിറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പൊ അങ്ങനെയൊക്കെ ഓരോ രീതിയിൽ അല്ലെ. സൈറ്റ് ഓഫ് അല്ലെ മോണിറ്ററിങ് അല്ലെ, ബെസ്റ്റ് ആക്യുറേറ്റ് മോണിറ്ററിങ്, അങ്ങനെയൊക്കെ ഓരോരോ പോയിന്റ് ജസ്റ്റ് പറഞ്ഞു തരും കേട്ടോ. പോയിന്റ് ജസ്റ്റ് പറഞ്ഞു തരും. ആ പോയിന്റ് ആണ് യുവർ നോട്ട് കേട്ടോ. പോയിന്റ് ഈസ് യുവർ നോട്ട്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പം പോയിന്റ് എന്ന് പറയുമ്പോൾ മൂന്ന് രീതിയിലാണ് ഞാൻ പോയിന്റ് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ പോയിന്റ്. ഓക്കെ, അത് നിങ്ങൾ ദയവ് ചെയ്ത് റെഡ് വെച്ച് വേണം എഴുതാൻ. റെഡ് പെൻ കൊണ്ടേ അത് എഴുതാവുള്ളൂ. പിന്നെ ജനറൽ ആയിട്ടുള്ള നോർമൽ പോയിന്റ് നിങ്ങൾ ബ്ലാക്കോ ബ്ലൂവോ ഉപയോഗിക്കാം കേട്ടോ. ബ്ലാക്കോ ബ്ലൂ ഒക്കെ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും ഒക്കെ അല്ലെ നിങ്ങൾ ഇതുവരെ ഒന്നും കേൾക്കാത്തത് പക്ഷെ അതൊരു പോയിന്റ് ആയിട്ട് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീനോ വേറെ ഏതെങ്കിലും കളർ വെച്ച് എഴുതാം കേട്ടോ. അപ്പൊ എനിവേ നോർമൽ പോയിന്റ്സുകളെല്ലാം ബ്ലൂ, ബ്ലാക്ക് കേട്ടോ. അതായത് പ്രീവിയസ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പോയിന്റ്സുകൾ റെഡ് കേട്ടോ. അപ്പൊ ബ്ലൂ മഷി അല്ലെങ്കിൽ റെഡ് മഷി. റെഡ് മഷി എന്തായാലും വേണം, ബ്ലൂ മഷി അല്ലെങ്കിൽ ബ്ലാക്ക് മഷിയും വേണം. പിന്നെ ഗ്രീൻ കേട്ടോ. ഗ്രീൻ എന്ന് പറയുന്ന രീതിയിൽ ഇടയ്ക്ക് ചില അഡീഷണൽ പോയിന്റുകളൊക്കെ ചിലപ്പം കയറി വരും. അത് എഴുതാൻ വേണ്ടി ഒരു ഗ്രീൻ പെൻ കേട്ടോ. ഈ മൂന്ന് പെന്നും ഈ രജിസ്റ്റർ ബുക്കും വെച്ച് നിങ്ങൾ നോട്ട് ഉണ്ടാക്കി എടുക്കണം കേട്ടോ. നോട്ട് ഉണ്ടാക്കി എടുത്തേ പറ്റത്തുള്ളൂ. 33 സബ്ജക്റ്റിന്റെയും നോട്ട് ക്ലിയർ ആക്കുവാണെങ്കിൽ ആ കുട്ടി രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം. എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ 33 സബ്ജക്റ്റിന്റെയും ക്ലാസ് കിട്ടി അതിന്റെ നോട്ട് ക്ലിയർ ആക്കുകയാണെങ്കിൽ ആ കുട്ടി രക്ഷപ്പെട്ടു. ആ കുട്ടിക്ക് എവിടെയെങ്കിലും ജോലി കിട്ടിയിരിക്കും കേട്ടോ. അതിൽ വേറെ ഒരു തർക്കവും ഇല്ല. അതെല്ലാം മേടിച്ചവരാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. എന്തിന് നോട്ട് ക്ലിയർ ആയി. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ തിയറി ആണ് പഠിപ്പിക്കുന്നത്, തിയറി ആണ് എന്ത് ചെയ്യുന്നത് പഠിപ്പിക്കുന്നത്. തിയറി പഠിച്ചു, നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ ആ പോയിന്റ് എല്ലാം പഠിച്ചു കേട്ടോ. അടുത്തത് ആപ്പിൽ PDF ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. PDF ക്വസ്റ്റ്യൻസ് ആപ്പിൽ PDF ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഞാൻ അനാട്ടമിയാണ് പഠിപ്പിക്കുന്നത്, അനാട്ടമിയുടെ PDF ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ 100 ക്വസ്റ്റ്യൻസ് ബ്ലാങ്ക് ആയിട്ട് ഇട്ടിട്ടുണ്ട്, 100 ക്വസ്റ്റ്യൻസ് ആൻസർ കീ ആയിട്ട് കിട്ടും കേട്ടോ. അതായത് ആദ്യം ഈ ബ്ലാങ്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കും. ഈ ബ്ലാങ്ക് ആയിട്ട് 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന്റെ ആൻസർ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, എഴുതുക. നിങ്ങൾ പഠിച്ച നോളജ് വെച്ച് നിങ്ങൾ എഴുതുക കേട്ടോ. അഡീഷണൽ നോളജിന്റെ പുറകെ ഒന്നും പോകരുത്. നിങ്ങൾ പഠിച്ച നോളജ് വെച്ച് ആ 100 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, എഴുതുക. അതിനുശേഷം നിങ്ങൾ അതിന്റെ ആൻസർ കീ എഴുതി 100-ൽ എനിക്ക് എത്ര മാർക്ക് കിട്ടി അല്ലെ. നിങ്ങൾക്കും ചിലപ്പോൾ അല്ലെ ആ നോട്ട് വെച്ച് പഠിച്ചപ്പോൾ ചിലപ്പോൾ 60 മാർക്ക് കിട്ടി കാണാം കേട്ടോ. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ 40ഓളം ക്വസ്റ്റ്യൻസ് എനിക്ക് അറിയത്തില്ല അല്ലെ, എനിക്ക് അറിയത്തില്ല, ഞാൻ കേട്ടിട്ടില്ല, സാറ് പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, വെറുതെ അതിന്റെ പുറകെ പോകരുത് കേട്ടോ. അതിപ്പോ സ്കിപ്പ് അവിടെ വെച്ച് നമ്മൾ അതിനെ അങ്ങ് ഉപേക്ഷിക്കുക കേട്ടോ. അത് ഒരിക്കലും നമുക്ക് പരീക്ഷയ്ക്ക് വരാതിരിക്കാം. അതിന്റെ പുറകെ പോകരുത്. ഈ പഠിച്ച 40 ക്വസ്റ്റ്യൻസ് കേട്ടോ. പഠിപ്പിക്കാത്ത 40 ക്വസ്റ്റ്യൻ പോട്ടെ, പഠിപ്പിക്കാത്ത 40 ക്വസ്റ്റ്യൻ ഇപ്പം അനാട്ടമിയുടെ ഞാൻ PDF പ്രകാരം 100 ക്വസ്റ്റ്യൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി. ഓക്കെ, 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്തു, ചെയ്തു നോക്കിയപ്പോൾ നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് 60 മാർക്കാണ്. 40 ക്വസ്റ്റ്യൻ എനിക്ക് അറിഞ്ഞുകൂടാ, സാറ് പഠിപ്പിച്ചിട്ടില്ല, ഞാൻ കേട്ടിട്ടുമില്ല. ഓക്കെ, വെറുതെ അതിന്റെ ആൻസർ ചെയ്യും, അത് പഠിക്കാനും നിന്ന് വെറുതെ ടൈം കളയരുത് കേട്ടോ. ദിസ് ഈസ് നോട്ട് എ ഹാർഡ് വർക്ക്, ദിസ് ഈസ് ഓൺലി സ്മാർട്ട് വർക്ക്. ആ 60 ക്വസ്റ്റ്യൻ നിങ്ങൾ ഓക്കെ. ഓക്കെ, ഇനി ആ 40 ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിപ്പോയ ആ 40 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഏതൊക്കെയാണ് സ്വയം തെറ്റിച്ചത്, സാറ് പഠിപ്പിച്ചിട്ടും തെറ്റിച്ച ക്വസ്റ്റ്യൻസ് എത്ര എണ്ണമാണെന്നാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. മനസ്സിലായില്ല? അപ്പം നോട്ടിലുള്ള ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് PDF അറ്റൻഡ് ചെയ്യണം കേട്ടോ. PDF ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അതിൽ നിങ്ങൾ എത്ര എണ്ണം തെറ്റിച്ചു അല്ലെ. നിങ്ങൾ ചിലപ്പം ഈ 40 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയ 40 എണ്ണത്തിൽ ചിലപ്പം പഠിപ്പിച്ച ഒരു 5-6 എണ്ണം കാണുമായിരിക്കും. അതും കൂടെ നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ. പഠിപ്പിക്കാത്ത ക്വസ്റ്റ്യൻസിനും പഠിപ്പിക്കാത്തതിന്റെ പുറകെ നിങ്ങൾ പോകരുത്. ദയവ് ചെയ്ത് എന്ത് ചെയ്യരുത്, അതിന്റെ പിന്നാലെ പോകരുത് കേട്ടോ. അപ്പൊ ആ ട്രിക്ക് മനസ്സിലായോ? മനസ്സിലായോ? ഇത് ഫോളോ ചെയ്യുന്നതിന് ആർക്കെങ്കിലും മടിയുണ്ടോ? ഈ ട്രിക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഏ ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ്?
ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നോട്ട് റീഡ് ചെയ്തിട്ട് ക്ലാസ്സിൽ കയറുക. ക്ലാസ് പഠിപ്പിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുക, സ്ലൈഡ് നോക്കി പോയിന്റ് എഴുതി നോട്ട് എഴുതുക കേട്ടോ. പോയിന്റ് നോക്കി നോട്ട് എഴുതുക കേട്ടോ. പോയിന്റ് വെച്ചുള്ള വളരെ സിമ്പിൾ നോട്ട് മതി. ഓക്കെ, പഠിപ്പിച്ച് തീർന്നു, അനാട്ടമി പഠിപ്പിച്ച് തീർന്നു. എന്ത് ചെയ്യാം, അതിന്റെ PDF ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കേട്ടോ. ചെയ്യുന്നു, ആദ്യം ആൻസർ കീ ഇല്ലാത്ത വെച്ച് വേണം ചെയ്യാൻ കേട്ടോ. ആൻസർ കീ ഇല്ലാത്ത രീതിയിൽ 100 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് തീർക്കണം കേട്ടോ. അനാട്ടമി തീർന്ന ഉടനെ നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ത്വരണം അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, അത് 100 എണ്ണം ചെയ്ത് തീർക്കുന്നു. നേരെ എന്തിലോട്ട് വരുന്നു, 100 എണ്ണം ചെയ്ത് തീർക്കുന്നു. പിന്നെ അതിന്റെ ആൻസർ കീ ചെയ്തു നോക്കുന്നു. അപ്പൊ ഞാൻ നോട്ട് പ്രകാരം പഠിച്ചതെല്ലാം എനിക്ക് ചെയ്തു, ഞാൻ ശരിയാക്കി അല്ലെ. അപ്പം നോട്ട് പ്രകാരം ഞാൻ പഠിച്ചു, എനിക്ക് 60 എണ്ണം അറിയാം. നോട്ട് വെച്ച് ഞാൻ പഠിച്ചതാണ്. 60 ക്വസ്റ്റ്യൻ അതിനകത്ത് സാറ് പഠിപ്പിച്ച 60 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ 60 ക്വസ്റ്റ്യൻ ഞാൻ ശരിയാക്കി അല്ലെ. അതിൽ 5 എണ്ണം സാറ് പഠിപ്പിച്ചിട്ട് എന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയി കേട്ടോ. അപ്പൊ അതാണ് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റി വരരുത് കേട്ടോ. ഞാൻ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് 60 ഉണ്ടെങ്കിൽ 60 എഴുതി പിടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കും. അതാണ് അവിടെ ഇമ്പോർട്ടൻസ് കേട്ടോ. അതായത് ഞാൻ 60 ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ച് നിങ്ങൾക്ക് 50 എണ്ണവേ നിങ്ങൾക്ക് അതിൽ നിന്ന് എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ സ്കിൽ അവിടെ കുറവാണ്. ആ സ്കില്ലിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. അതായത് നെക്സ്റ്റ് പോർഷൻസിൽ എന്ത് ചെയ്യണം, ഞാൻ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പഠിപ്പിച്ചത് പ്രകാരം അത് നിങ്ങൾ ആൻസർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അല്ലാതെ പഠിപ്പിക്കാത്തതും അല്ലെ വലിച്ചുവാരി ഉള്ളതിന്റെ പുറകെ ആരും സഞ്ചരിക്കരുത്. എനിക്കും ഇഷ്ടമല്ല കേട്ടോ. ആവശ്യമില്ലാത്ത രീതിയിലൊന്നും പഠിക്കാൻ നിങ്ങൾ നിൽക്കണം. എല്ലാം പഠിപ്പിച്ചെന്ന് മീമാംസ പരീക്ഷ എഴുതിയവർക്ക് അറിയാം അല്ലെ. 85-90 ക്വസ്റ്റ്യൻ വരെ നമ്മൾ പഠിപ്പിച്ചതാണ്. 90 ക്വസ്റ്റ്യൻ വരെ പഠിപ്പിച്ചതാണ് അല്ലെ. ഇപ്പൊ 80 മാർക്ക് മേടിച്ച പിള്ളേരുണ്ട്, 77 മാർക്ക് മേടിച്ച പിള്ളേരുണ്ട്, 75 മേടിച്ചവരുണ്ട്, 76 അല്ലെ. 90 എണ്ണം പഠിപ്പിച്ചെങ്കിൽ 80-ൽ 83 മേടിച്ചു അല്ലെ. 83 മാർക്ക് നമ്മൾ ഇവിടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ 83 വരെ ഞാൻ 90 അടുപ്പിച്ച് പഠിപ്പിച്ചു. അതിൽ നിന്ന് 83 എണ്ണം അവർ ശരിയാക്കി, അവർക്ക് ജോലി കിട്ടി. ഓക്കെ, 90 എണ്ണം ഞാൻ പഠിപ്പിച്ചുകൊണ്ടായിരുന്നു, 79 എണ്ണം അവർ ശരിയാക്കി, അവർക്ക് ഓഫർ ലെറ്റർ കിട്ടി, ജോലി കിട്ടി അല്ലെ. 77 പഠിപ്പിച്ചു, പക്ഷെ 75 മേടിച്ചവർക്ക് എന്ത് കിട്ടില്ല, ആ സ്കില്ലില്ല. കാരണം അവരുടെ സ്കിൽ അവിടെ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ദയവ് ചെയ്ത് പഠിപ്പിക്കാത്തതിന്റെ പുറകെ പോകരുത്. ദയവ് ചെയ്ത് പഠിപ്പിക്കാത്തതിന്റെ പുറകെ ആരും സഞ്ചരിക്കരുത്. പഠിപ്പിച്ചതിൽ മാർക്ക് പോവാനും പാടില്ല. ദിസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ട്രിക്ക് ഫോർ എക്സ്. മനസ്സിലാണോ? മനസ്സിലായല്ലോ? ഇത് നിങ്ങൾ ചെയ്യാലോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അതൊരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് കേട്ടോ, നിങ്ങൾക്ക് എക്സിറ്റ് ആവാം, നോ പ്രോബ്ലം കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതൊരു അൺകംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല, പാടാം അല്ലെ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആ ഒരു രീതിയിൽ, കാരണം നമുക്കറിയാം പഠിക്കാൻ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ട്രിക്റ്റ് ആണ്. കറക്റ്റ് നമുക്ക് ക്ലാസ് വരും. എങ്ങാനും മഴയോ ഇന്റർനെറ്റോ പ്രശ്നം ഉണ്ടെങ്കിൽ ക്ലാസ് മുടങ്ങത്തോളും. ഇല്ലെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് നമുക്ക് കൂടെ ഓടിയെത്തണം കേട്ടോ. കൂടെ ഓടിയെത്തുന്നവർക്ക് വിജയമുള്ളൂ കേട്ടോ. പുറകെ ഓടിയെത്തി പഠിച്ചു വന്നാൽ നിങ്ങൾക്ക് ജോലി നിങ്ങളുടെ കയ്യിലിരിക്കും കേട്ടോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ നമ്മൾ എക്സലന്റ് ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. എക്സലന്റ് ആയിട്ട് പഠിക്കണം. നോട്ട് റീഡ് ചെയ്യാതെ ക്ലാസ്സിൽ വന്നിരിക്കരുത്. ദയവ് ചെയ്ത് നോട്ട് റീഡ് ചെയ്യാതെ ക്ലാസ്സിൽ ഇരിക്കരുത് കേട്ടോ. എന്താണോ പഠിപ്പിക്കുന്ന, അടുത്ത ക്ലാസ്സിൽ എന്താണോ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ടോപ്പിക് സഹിതം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ആ ടോപ്പിക്സ് വായിച്ചിട്ട് വരിക. അതിന്റെ സ്ലൈഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ലൈഡ് വെച്ചിട്ടാണ് അതിന്റെ പഠിപ്പിക്കുന്നത്. ആ സ്ലൈഡിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വെച്ചിട്ടാണ് നിങ്ങൾ നോട്ട് എഴുതുന്നത്. നിങ്ങൾ നോട്ട് എഴുതി വെക്കും അത് വെച്ച്. എന്നിട്ട് ആ നോട്ട് നിങ്ങൾ പഠിക്കുന്നു. ആ നോട്ട് മാത്രം, നിങ്ങൾ എഴുതിയ നോട്ട് മാത്രം പഠിക്കുന്നു. പഠിച്ചു തീർന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, PDF ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. പഠിച്ചതിൽ വെച്ചുകൊണ്ട് എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുന്നു, എത്ര എണ്ണം നിങ്ങളെ കയ്യിൽ പഠിച്ചതിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോയി കേട്ടോ. ഇപ്പം 60 ക്വസ്റ്റ്യൻ പഠിപ്പിച്ചു, 10 എണ്ണം നിങ്ങളെ തെറ്റിപ്പോയെങ്കിൽ അത് നിങ്ങളുടെ സ്കില്ല് കുറവാണ്. അടുത്ത ആൾക്ക് 9 എണ്ണം വരെ തെറ്റിപ്പോയെങ്കിൽ കുറച്ചും കൂടെ സ്കില്ല് കൂടുതൽ അല്ലെ. 60-ൽ ഫുള്ള് ഇതാണെങ്കിൽ അവരുടെ സ്കില്ല് ഈസ് ഓക്കെ. അതാണ് നമുക്ക് ഇതിനെ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സ്കിൽ. ഇതാണ് ഇപ്പോൾ 4ാമത്തെ പോയിന്റ്. 5ാമത്തെ പോയിന്റ് അല്ലെ, എക്സാം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എക്സാം പ്രാക്ടീസ്, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എക്സാം പ്രാക്ടീസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് എക്സാം പ്രാക്ടീസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ് ഞാനിപ്പോ ഒരു സബ്ജക്റ്റ് ആണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2ാമത്തെ സബ്ജക്ട് പഠിപ്പിക്കുന്നു, 3ാമത്തെ സബ്ജക്ട് പഠിപ്പിക്കുന്നു, 4 പഠിപ്പിക്കുന്നു, 5 പഠിപ്പിക്കുന്നു, 6, 7 ഇങ്ങനെ പഠിപ്പിച്ചടിച്ചങ്ങ് പോകും. അങ്ങനെ 33 ആകുമ്പോൾ ഏകദേശം 6 മാസം സമയം എടുക്കും കേട്ടോ. 6 മാസത്തോളം സമയം എടുക്കും, അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 5 to 6 months
ചിലപ്പോൾ അത് 6 to 7 month ആവും. എനിവേ ഇതിന്റെ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഈ പറയുന്ന എക്സാംസുകളൊക്കെ കയറി വരും കേട്ടോ. ഈ എക്സാംസുകളൊക്കെ ഇതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും, കയറി വരും കേട്ടോ. അപ്പം അങ്ങനെ എക്സാം വരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, ആഴ്ചയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഓരോ ആഴ്ചയിലും അറ്റ്ലീസ്റ്റ് ഞാൻ 3 റെക്കമെൻഡ് ചെയ്യുന്നത്. 3 ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് വർക്ക്ഔട്ട് മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതിന്റെ പുറകെ ഞാൻ പറയുന്നത് പോകരുത്. നിങ്ങൾക്കൊന്ന് ഒരു ബേസിക് ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ വരാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. 3 ക്വസ്റ്റ്യൻസ് എടുക്കുന്നു, അതിന്റെ ആൻസർ കീ ചെയ്യും അല്ലെ. 3 ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. മിനിമം 3 കേട്ടോ. 3 ഞാൻ അപ്ലോഡ് ചെയ്തോളൂ. മാക്സിമം 3 അതിനകത്ത് അപ്ലോഡ് ചെയ്തോളൂ. ആഴ്ചയിൽ ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, 1, 2, 3 എന്നുള്ള രീതിയിൽ 3 ക്വസ്റ്റ്യൻസ് സമയം കണ്ടെത്തി ചെയ്യണം. അത് നിങ്ങളുടെ ഓൺ വർക്കാണ് കേട്ടോ. നിങ്ങളുടെ ഓൺ വർക്കാണ് അതിനകത്ത് വരും. ഓക്കെ, അപ്പം പ്രാക്ടീസ് എക്സാം അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ എക്സാംസ് എന്ത് ചെയ്യുന്നു, ഈ പ്രാക്ടീസ് എക്സാം നിന്റെ കൂടെ ചെയ്തു പോകണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം കിടന്ന് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്ത് തീരത്തില്ല കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ 3 വെച്ചുകൊണ്ട് അല്ലെ നമുക്ക് 6 മാസം അല്ലെ, അതായത് ആഴ്ചയിൽ 3 വെച്ച് കഴിഞ്ഞാൽ 1 മാസം നമുക്ക് 15 ക്വസ്റ്റ്യൻ അല്ലെ. 5 into 15 15 into 6 അല്ലെ എന്ന് പറയുമ്പോൾ 90 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 90 അല്ല, 90-നും 100-നും ഇടയ്ക്ക് നമ്മുടെ കയ്യിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ആപ്പിനകത്ത് 90-നും 100-നകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. റാങ്ക് ഫയലിൽ ഓൾറെഡി 10-12 പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എനിവേ 90 മുതൽ 100 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്ത് ചെയ്യും അല്ലെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്കൊക്കെ വരുന്ന എക്സാംസുകളിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ബേസിക് ഐഡിയാസ്. ഓക്കെ, അപ്പൊ ഈ പ്രാക്ടീസ് എക്സാം ചെയ്ത് തന്നെ പോകണം കേട്ടോ. എക്സാം പ്രാക്ടീസ് ചെയ്ത് തന്നെ നമ്മൾ പോകണം. ഓക്കെ, അപ്പൊ ഈ PDF ക്വസ്റ്റ്യൻ ഞാൻ ഈ പറഞ്ഞ പോലെ 100 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക. പ്ലസ് ഈ പറയുന്ന പ്രാക്ടീസ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരാഴ്ച ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഒരു 3 ശ്രമിക്കുക. ഇനി നമുക്ക് 3 പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ചെയ്യണം കേട്ടോ. ഒന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയിൽ 1 അറ്റ്ലീസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ 3 ചെയ്യാൻ ചിലർക്ക് ബുദ്ധിമുട്ട് കാണും കേട്ടോ, പറയാൻ പറ്റത്തില്ല. 3 ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ കാണും. അറ്റ്ലീസ്റ്റ് 1 ചെയ്യണം കേട്ടോ. ഒന്നെങ്കിലും ചെയ്തിരിക്കണം കേട്ടോ. നമുക്കൊരു ജനറലൈസേഷൻ ഐഡിയയിലോട് നമ്മളെ മൈൻഡിനെ കൊണ്ടുപോകാൻ വേണ്ടി കേട്ടോ. നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്ന അനാട്ടമി മാത്രം ഫോക്കസ് ചെയ്യുക. നമുക്ക് അനാട്ടമിയെ പറ്റിയുള്ള വിവരം മാത്രമേ നമ്മുടെ മൈൻഡിൽ കേട്ടോ. പെട്ടെന്ന് നമുക്ക് വേറെ എക്സാം കയറി വരുവാണ് അല്ലെ. അപ്പൊ നമുക്കൊരു ജനറലൈസ് ഐഡിയക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുക കേട്ടോ. എനിവേ ഈ 6 മാസത്തിനിടയ്ക്ക് വലുതായിട്ട് എക്സാം ഒന്നും വരല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അല്ലെ എന്നാലും നമുക്ക് പറയാൻ പറ്റത്തില്ല 6 മാസത്തിനുള്ളിൽ അല്ലെ വലുതായിട്ട് എക്സാംസുകളൊന്നും വരത്തില്ല എന്ന് പ്രതീക്ഷിക്കും. ഓക്കെ, എനിവേ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും അടുത്ത് വരാൻ സാധ്യതയുള്ള എക്സാം ഏതാണ്? ഏറ്റവും അടുത്ത് വരാനുള്ള സാധ്യതയുള്ള എക്സാം ഏതാണ്? ഇത്രയും പറഞ്ഞതിൽ ഏറ്റവും അടുത്ത് വരാൻ സാധ്യതയുള്ള എക്സാം ഏതാണ്? ഒന്നുകിൽ ESIC അല്ലെങ്കിൽ ഒന്നുകിൽ ESIC അല്ലെങ്കിൽ നോർസെറ്റോ ആണ് വരാൻ സാധ്യത കൂടുതൽ കേട്ടോ. ESIC മാർച്ചിലാണ് അവർക്ക് എക്സാം. പെട്ടെന്നാണ് ആപ്ലിക്കേഷൻ വിളിക്കുന്നത്, പെട്ടെന്നാണ് എക്സാം കേട്ടോ. ESIയുടെ നേഴ്സിംഗ് ഓഫീസർ എക്സാം കലണ്ടർ എന്ന് പറയുന്നത് മാർച്ചാണ് കേട്ടോ. മാർച്ച്, ഏപ്രിലാണ് അവരുടെ എക്സാം കലണ്ടർ. നിമാൻസിന്റെ എക്സാം കലണ്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നവംബർ, ഡിസംബർ ആണ് നിമാൻസിന്റെ കലണ്ടർ കേട്ടോ. പിന്നെ നോർസെറ്റിന്റെ കലണ്ടർ ഏപ്രിൽ എന്നാണ് അവർ പറയുന്നെങ്കിൽ അതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല കേട്ടോ. ഏപ്രില് വർഷത്തിൽ 2 പ്രാവശ്യം എന്നാണ് പറയുന്നത്. പക്ഷെ ഇതുവരെ അതിലൊരു വ്യക്തത വന്നിട്ടില്ല. എനിവേ നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്ന ESIയും രണ്ടാമത് കൊടുക്കാൻ പറ്റുന്ന നോർസെറ്റ് കേട്ടോ. ഈ 2 എക്സാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ 2 എക്സാമിനും കൂടെ നിങ്ങൾക്ക് പ്രയോജനം തരുന്ന രീതിയിൽ നമ്മൾ ആദ്യമായിട്ട് ഇനി പഠിപ്പിച്ചു തുടങ്ങുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ കമ്മ്യൂണിറ്റി ആയിരിക്കും ആദ്യം പഠിപ്പിച്ചു തുടങ്ങുന്നത് കേട്ടോ. ഓക്കെ, കമ്മ്യൂണിറ്റി ESIക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കമ്മ്യൂണിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. നോർസെറ്റിൽ ഒരു പരിധി വരെ കമ്മ്യൂണിറ്റി ക്വസ്റ്റ്യൻസ് കയറി വരും കേട്ടോ. അപ്പൊ കമ്മ്യൂണിറ്റി ആണ് ആദ്യം പഠിപ്പിക്കുക. കമ്മ്യൂണിറ്റി പഠിപ്പിച്ചതിന് ശേഷം അഡ്വാൻസ് മെഡിസിൻ പഠിപ്പിച്ച് സൈക്കാട്രി കേട്ടോ. അങ്ങനെയുള്ള ബേസിക് ടോപ്പിക്സുകൾ കണക്ട്. അപ്പോഴത്തേക്ക് നമുക്ക് DMEയുടെ നോട്ടിഫിക്കേഷൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. DMEയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ബേസിൽ പോകണം അല്ലെ. അനാട്ടമി, ഫിസിയോളജി, കണ്ട സൈക്കോളജി, സോഷ്യോളജി, അങ്ങനെ റിസർച്ച്, അഡ്മിനിസ്ട്രേഷൻ, എഡ്യൂക്കേഷൻ കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷനും എക്സാമും അനുസരിച്ച് അവസാന ഘട്ടങ്ങളിൽ അത് പഠിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അറ്റ് പ്രസന്റ് നമ്മുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മിലിറ്ററി നേഴ്സിംഗ് സർവീസിന്റെ എക്സാം ആണെങ്കിലും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ എക്സാം ആണെങ്കിലും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി. വാക്സിനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും, പിന്നെ എപ്പിഡമോളജിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. ഈ 3 എക്സാംസിന് ഇതൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ് ഇൻ ദ എക്സാം. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്ന നോ പ്രോബ്ലം.
നോ പ്രോബ്ലം. കമ്മ്യൂണിറ്റി, OBG അതൊക്കെ നമുക്ക് തുടങ്ങാം. നമുക്ക് ഏതാണോ എക്സാമിന്റെ പ്രയോറിറ്റി അതനുസരിച്ച് നമുക്ക് ക്ലാസ് എന്ത് ചെയ്യാം, റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് നാളെ നിങ്ങൾക്കില്ല, മറ്റന്നാൾ നിങ്ങളുടെ ക്ലാസ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി കേട്ടോ. കമ്മ്യൂണിറ്റി ആണ് നിങ്ങളുടെ ക്ലാസ്. കമ്മ്യൂണിറ്റിയുടെ നോട്ട്സ് ഞാൻ പറയുന്ന ആ പേജ് വരെ നിങ്ങൾ വായിച്ചാൽ മതി, ഫുള്ള് വായിക്കേണ്ട കേട്ടോ. പറയുന്ന പേജ് അത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ലൈവ് ക്ലാസ്സിൽ ഇരിക്കുക അല്ലെ, നമ്മളൊന്ന് ഫിക്സ് ചെയ്യാണ്, നമുക്ക് ജോലി വേണമെന്നുള്ള രീതിയിൽ ഫിക്സ് ചെയ്യാണ് നമ്മൾ കമ്മ്യൂണിറ്റി ലൈവ് ക്ലാസ്സിൽ ഇരിക്കുക. ഓക്കെ, പ്രാക്ടീസ് എക്സാം മസ്റ്റ് ആണ്, ചെയ്യണം കേട്ടോ. മിനിമം ഒരെണ്ണമെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ ക്രാക്ക് ചെയ്യണം കേട്ടോ. ഒരു എക്സാം എങ്കിലും നമ്മൾ ക്രാക്ക് ചെയ്തെടുക്കണം കേട്ടോ. പല എക്സാംസും വരും അല്ലെ, പല എക്സാം, ഒന്നാമത്തെ എക്സാം, രണ്ടാമത്തെ എക്സാം, മൂന്നാമത്തെ കുറെ എക്സാം നമുക്ക് വരും. അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ക്രാക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഒരെണ്ണം ക്രാക്ക് ചെയ്ത പിന്നെ തുടർച്ചയായിട്ട് നമ്മൾ എക്സാം കിട്ടും കേട്ടോ. അടുത്ത എക്സാമിൽ നമ്മൾ ക്രാക്ക് ആവും, അതിന്റെ അടുത്ത എക്സാമിൽ നമ്മൾ ക്രാക്ക് കേട്ടോ. ഓരോ എക്സാമിന് നമ്മൾ ടാർഗറ്റ് ഓരോ എക്സാമിനെയും നമ്മൾ ടാർഗറ്റ് ചെയ്യണം കേട്ടോ. പ്രയോറിറ്റൈസ് വെച്ച് വേണം ടാർഗറ്റ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ഏതാണ് ആദ്യം വരുന്ന എക്സാം, അതിന്റെ സിലബസ് നോക്കുക, എത്ര ക്വസ്റ്റ്യൻ ചോദിക്കണം, എന്താണ് അവിടുത്തെ ഇമ്പോർട്ടൻസ്, എന്താണ് പഠിക്കേണ്ടത്, അതങ്ങ് ടാർഗറ്റ് ചെയ്യുക. നിങ്ങൾ അതിനെപ്പറ്റി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ അത് എങ്ങനെയാണ് എനിക്ക് പഠിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, നേരെ പോവുക, ചെയ്യുക, അത് പഠിക്കുക, പഠിച്ച് എല്ലാവർക്കും എല്ലാം ഈ ബാച്ചിലുള്ളവർക്ക് എല്ലാം തന്നെ കോംപ്ലിമെന്ററി ആയിട്ട് പഴയ DHSന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പഴയ DHSന്റെ ക്ലാസ് എന്ത് ചെയ്യുന്നു, ആ ബാച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ആരും ഇപ്പൊ ഫോളോ ചെയ്യേണ്ട, അത് അങ്ങനെ കിടക്കട്ടെ, ആരും അത് ഫോളോ ചെയ്യേണ്ട. ഇപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ബാച്ച് 30 കേട്ടോ. എല്ലാം കൂടെ ഫോളോ ചെയ്യാൻ നിൽക്കരുത്, ഞാൻ പറയുന്നു. അത് അത് അതിലെല്ലാം കിടപ്പുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു എക്സാം കയറി വരുവാണ് അല്ലെ, നിങ്ങൾ പെട്ടെന്ന് അഡ്വാൻസ് ഒക്കെ ഒന്ന് പഠിക്കണമെന്ന് വെച്ചു അല്ലെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ പറയാം അല്ലെ, നിങ്ങൾ DHSന്റെ ബാച്ചിൽ കയറിയിട്ട് അത് നോക്കി പഠിച്ചോളാൻ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ബാച്ച് 31 വേണം ആപ്പിൽ @presentലുള്ളവരെല്ലാം എന്ത് ചെയ്യാൻ, ഫോക്കസ് ചെയ്യാനാണ് കേട്ടോ ബാച്ച്. ഓക്കെ ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് ഡേറ്റ്സ് കേട്ടോ. എല്ലാ എക്സാംസിന്റെ ഡേറ്റ്, എല്ലാ എക്സാമിന്റെ ലാസ്റ്റ് ഡേറ്റ്, എന്നാണ് ഹാൾ ടിക്കറ്റ് വരുന്നത് കേട്ടോ. കേട്ടോ, എവിടെങ്കിലും ഒരു കലണ്ടറിലോ ഡയറിയിലോ ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അത് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ചിലപ്പം പലർക്കും എന്ത് ചെയ്യാം, ആ ടൈമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അല്ല ചിലര് അപേക്ഷകൾ ചിലപ്പോൾ അയക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വരും അല്ലെ. ചിലർക്ക് ഒരു ദിവസം, ചിലപ്പോൾ അവസാന നിമിഷമൊക്കെ ചിലപ്പോൾ ഇതിന്റെ സർവർ ബിസിയാവും, പല ആപ്ലിക്കേഷനും പലർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അയക്കാൻ പറ്റാതെ വരും കേട്ടോ. ഓക്കെ, എനിവേ അതൊരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണ്. അയക്കുന്ന എല്ലാ എക്സാംസിന്റെയും ഒരു കോപ്പി പ്രിന്റ് എടുത്ത് വെക്കണം, ആപ്ലിക്കേഷന്റെ ഒരു കോപ്പി അല്ലെ, മെയിലിൽ സൂക്ഷിക്കാന്നൊന്നും പറഞ്ഞ് നിൽക്കരുത്, ഒരു കോപ്പി ഇത് വെക്കണം. എന്നിട്ട് ആ ഫോട്ടോ കോപ്പിയുടെ പുറകുവശം അല്ലെ, എന്നാണ് അതിന്റെ ഡേറ്റ്, ആ എക്സാമിന്റെ ഡേറ്റ് എന്നത്തേക്കാണ് എന്നൊക്കെ ഉണ്ടായി. ചില എക്സാമിന് ആപ്ലിക്കേഷന്റെ കൂടെ തന്നെ എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ കാണും. എന്നിട്ട് നോക്കണം ഇനി എത്ര ദിവസം ഉണ്ട് അത് കേട്ടോ. അപ്പം സാർ ഇപ്പം കമ്മ്യൂണിറ്റി, ഓക്കെ ഞാൻ കമ്മ്യൂണിറ്റി പഠിച്ചു വെച്ചു, ഓക്കെ. അപ്പൊ ആ എക്സാമിന് ചിലപ്പോൾ കമ്മ്യൂണിറ്റിയും OBGയും പീഡിയാട്രിക്സും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പൊ സാറ് OBG പഠിപ്പിച്ചിട്ടില്ല, പീഡിയാട്രിക്സ് പഠിപ്പിച്ചിട്ടില്ല അല്ലെ, അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കണം, എന്റെ കൂടെ ചോദിക്കുക, സാർ അതിന് OBG പീഡിയ, ഓക്കെ. അപ്പൊ ഞാൻ പറയും എന്ത് ചെയ്യാം, ആ ബാച്ച് 28 പോയിട്ട് OBGയുടെ ഫോൾഡർ നോക്കി പഠിക്കുക അല്ല, അല്ലെങ്കിൽ 28 റെക്കോർഡ് ക്ലാസ് വെച്ച് പഠിക്കുക. മനസ്സിലായല്ലോ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ എന്ത് ചെയ്യണം, കോമ്പൻസേറ്റ് ചെയ്യണം കേട്ടോ. പക്ഷെ നമ്മൾ 6 മാസം എടുക്കുകയാണെങ്കിൽ കേട്ടോ, 6 മാസം എടുക്കുന്ന 6 മാസം എന്ന് പറയുമ്പോൾ ഒരു സൈക്കിളാണ്. സൈറ്റ് 6 ആവുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഈ പറയുന്ന 33 സബ്ജക്ട് നമ്മൾ കവർ ചെയ്ത് വരും കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ, ഐഡിയ കിട്ടിയോ, മനസ്സിലായോ? ഈ 7 കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഇതാണ് എനിക്ക് ഓറിയന്റേഷനിൽ പറയാനുള്ള. നിങ്ങൾക്ക് എന്തെങ്കിലും കേട്ടോ ടെക്നിക്കൽ ഡെഫക്റ്റോ കേട്ടോ, ഫീസിന്റെ കാര്യങ്ങളോ കേട്ടോ, ബുക്കിന്റെ കാര്യങ്ങളോ, റാങ്ക് ഫയൽ വേണമെന്നുണ്ടെങ്കിലോ ഒക്കെ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ, 8281002707 കേട്ടോ. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നാൽ മതി അല്ലെ, അതനുസരിച്ച് അതിനകത്ത് കൂടെ എന്ത് ചെയ്യാം, സോൾവ് ചെയ്ത് തരാം കേട്ടോ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒരു ഐഡിയ കിട്ടിയോ? എങ്ങനെയാണ് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയോ? എങ്ങനെയാണ് DHS റിസൾട്ട് ഒക്കെ വരും, പേടിക്കണ്ട. ആ, ഓക്കെ ഓക്കെ. ഒരു എക്സാമിന്റെ ഐഡിയ കിട്ടിയോ? DHS റിസൾട്ട് വരുമായിരിക്കും, ഉടനെ വരുമായിരിക്കും. ഓക്കെ ഓക്കെ. ഒരു ഒരു എക്സാമിന് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ള ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയോ? IMS എക്സാമിന്റെ കൺഫർമേഷൻസ് മാർച്ച് ഏപ്രിലൊക്കെ കാണുമായിരിക്കും. ഇനിയിപ്പോ എല്ലാം സ്കൂൾ അടപ്പിന് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. എനിവേ നിങ്ങൾക്ക് ജനുവരിയിലെ പോർഷൻസ്, ഫെബ്രുവരിയിലെ പോർഷൻസ്, മാർച്ചിലെ പോർഷൻസ്, ഏപ്രിലിലെ പോർഷൻസ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ IMS മെയിൻലി നമ്മൾ ഈ പറയുന്ന പോലെ IMS എക്സാമിന് കമ്മ്യൂണിറ്റിന്ന് ക്വസ്റ്റ്യൻസ് വരും, ഫണ്ടമെന്റൽസിന്ന് ക്വസ്റ്റ്യൻസ് വരും, അല്ല OBGന്ന് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. സൈക്കാട്രിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല കേട്ടോ. ഓക്കെ. IMSന്റെ ക്വസ്റ്റ്യൻ വലിയ ടഫുള്ള ക്വസ്റ്റ്യൻ അല്ല, ഈസി ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ പ്രാവശ്യം. കമ്മ്യൂണിറ്റി ആണ് IMSന് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ കമ്മ്യൂണിറ്റി ആദ്യം ഒന്ന് പഠിപ്പിക്കുന്നത് കേട്ടോ. ആദ്യത്തെ മാസം ജനുവരി മാസം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി കേട്ടോ. 10 ക്ലാസ് വേണ്ടി വരത്തില്ല, 8 ക്ലാസ് കേട്ടോ. 7-8 ക്ലാസ് കമ്മ്യൂണിറ്റി ആയിരിക്കും കേട്ടോ. ഓക്കെ. നോട്ട് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇപ്പൊ കമ്മ്യൂണിറ്റി OBG അല്ല, ഏപ്രിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി തീരും, OBG തീരും, ഗൈനക്ക് തീരും, പീഡിയാട്രിക്സ് തീരും, അഡ്വാൻസ് മെഡിസിൻ തീരും കേട്ടോ. അപ്പൊ അത്രയാവുമ്പോൾ നമുക്ക് എന്തായി, നോട്ട് സെറ്റ് ആയി. പ്ലസ് സൈക്യാട്രി ചിലപ്പോൾ റെക്കോർഡിംഗ് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് റെക്കോർഡിംഗ് നോക്കേണ്ടി വരും കേട്ടോ. ഓക്കെ. ജനുവരി അല്ലേ, ജനുവരി ആയി, ഫെബ്രുവരി കിടക്കുന്നു, ജനുവരി കിടക്കുന്നു, ഫെബ്രുവരി കിടക്കുന്നു, മാർച്ച് കിടക്കുന്നു, ഏപ്രിൽ അല്ലെ, 4 മാസം ആകുമ്പോഴത്തേക്ക് എന്തായാലും നോട്ട് സെറ്റിനുള്ള എക്സാംസിന്റെ ഓൾമോസ്റ്റ് പോർഷൻസ് എല്ലാം കഴിയും കേട്ടോ. എല്ലാം കഴിയും. RRB എക്സാം ദിസ് ഇയറില് കേൾക്കാം. അറിയില്ല കേട്ടോ. RRBയുടെ മെയിൻ ആയിട്ട് അവര് ഒഫീഷ്യലായിട്ട് അങ്ങ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഒഫീഷ്യലായിട്ടൊന്നും വന്ന നല്ല പഴയ ലിസ്റ്റിന്റെ വെയിറ്റിംഗ് ലിസ്റ്റ് ഒക്കെ എവിടെ ഏതൊക്കെ RRBയിൽ 1-2 സ്ഥലത്ത് വെയിറ്റിംഗ് ലിസ്റ്റ് ഒക്കെ വിളിച്ചിട്ടുണ്ട്. പുതിയതിനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും ഇല്ല കേട്ടോ. ചില RRBയിലൊക്കെ ഔട്ട്സോഴ്സിംഗ് ഒക്കെ ആയിട്ട് സ്റ്റാഫിനെ എടുത്തിട്ടുണ്ട്. ജിപ്മറും ഉണ്ടാവും കേട്ടോ. ജിപ്മറും വേക്കൻസി വരും. ജിപ്മറും ഈ പറഞ്ഞ പോലെ വേക്കൻസി വരും കേട്ടോ. ജിപ്മറും വേക്കൻസി വരും. 70+30, 70+30 കേട്ടോ. നാളെ മുതൽ ഞാൻ ന്യൂസ് പേപ്പർ ഇട്ട് തുടങ്ങാം. ന്യൂസ് പേപ്പർ ഇട്ട് തുടങ്ങാം. ദയവ് ചെയ്ത് അതിന്റെ ഫ്രണ്ട് പേജിൽ ഏതെങ്കിലും കേട്ടോ, രാഷ്ട്രീയമായിട്ടുള്ള ന്യൂസുകളല്ല, ഏതെങ്കിലും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ന്യൂസുകൾ കാണും കേട്ടോ. അതൊന്ന് ജസ്റ്റ് എഴുതി എടുത്തോണം കേട്ടോ. അത് നമ്മളെ ഈ മെയിൻ ബുക്കിനോടായിരിക്കും നിങ്ങൾ സെപ്പറേറ്റ് ഒരു വരയിട്ട ഒരു ചെറിയ നോട്ട് ബുക്ക് മേടിച്ച് അതിനകത്ത് എഴുതി പോയാൽ കറണ്ട് അഫയേഴ്സ് ഒന്ന് ഹെഡിങ് കൊടുത്താൽ മതി കേട്ടോ. കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിൽ ഹെഡിങ് കൊടുക്കും. 1-2 2-3 പോയിന്റ്. ഓക്കെ. ഞാൻ നോക്കിയിട്ട് ആ ന്യൂസ് പേപ്പറിൽ നോക്കിയിട്ട് കേട്ടോ, അതിനകത്ത് ഞാൻ വട്ടം വരച്ചിട്ടേക്കാം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ. DME ഈ വർഷം കാണാൻ സാധ്യതയുണ്ട്. 179 നോട്ടിഫിക്കേഷൻസ് കേരള PSC പുറത്തിറക്കാൻ പോവുകയാണ്. ആ 179 നോട്ടിഫിക്കേഷൻസിൽ ചിലപ്പോൾ ഒരെണ്ണം DME ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. DME ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. എനിവേ നമ്മൾ DME എന്നുള്ള നോട്ടിഫിക്കേഷൻ വരാത്തതുകൊണ്ടാണ് നമ്മൾ DME എന്നുള്ള രീതിയിൽ പോവാത്തത് കേട്ടോ. എനിവേ ബാച്ച് 28 കേട്ടോ. ബാച്ച് 28 ആർക്കെങ്കിലും ആപ്പിൽ വരെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ബാച്ച് 28 കൂടെ ആഡ് ചെയ്ത് തരാം കേട്ടോ. ബാച്ച് 28 ഒരു കോംപ്ലിമെന്റ് ആണ് കേട്ടോ. ഒരു കോംപ്ലിമെന്റ് ആയിട്ട് അവിടെ കിടക്കത്തേ ഉള്ളൂ. വെറുതെ അത് തുറന്ന് അതിന്റെ മെറ്റീരിയൽസും കൂടെ കേട്ടോ. നമ്മൾ ഒരിക്കലും തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കരുത്, എനിക്ക് അതേ പറയാനുള്ളൂ കേട്ടോ. കേട്ടോ, തുമ്പിയെ കൊണ്ട് നമ്മൾ ആദ്യമേ കല്ലെടുപ്പിക്കുന്ന പരിപാടിക്ക് പോകരുത്. എല്ലാം കൂടെ വലിച്ചു വാരി പഠിക്കും കേട്ടോ. ആ ഒരു രീതിയെ ആരും പിന്തുടരരുത് ദയവ് ചെയ്ത് കേട്ടോ. നമ്മൾ ചെയ്യേണ്ടത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് കേട്ടോ. നമുക്ക് പതുക്കെ പതുക്കെ അല്ലെ, നാളെ കമ്മ്യൂണിറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, കമ്മ്യൂണിറ്റിയുടെ ആ പോർഷൻ വായിക്കുന്നു, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോട്ട് എഴുതി തീർക്കുന്നു അല്ലെ. ഓക്കെ, ആ നോട്ട് ആ ദിവസങ്ങളിൽ ആ നോട്ടുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ട് പോകുന്നു.
എന്ത് ചെയ്യുന്നു, അത് പഠിപ്പിച്ചു വന്ന് അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. പഠിപ്പിച്ചത് വെച്ച് എനിക്ക് ഇത്ര മാർക്ക് ഞാൻ ആദ്യം സമ്പാദിച്ചു, അതുകൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുക. നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കിലോട്ട് പോകും. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ 3 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഏതെങ്കിലും ഒന്നോ രണ്ടോ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ്, മൂന്നെണ്ണമാണ് മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. 3 എണ്ണം ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് 1 കേട്ടോ. ഒരെണ്ണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരാഴ്ച കൊണ്ട് ചെയ്ത് തീർക്കും കേട്ടോ. ഓക്കെ, എല്ലാം കൂടെ നമ്മൾ അവിയലാക്കുക. കാരണം 33 സബ്ജക്റ്റിന് നോട്ട്സ് നമ്മുടെ മൈൻഡിൽ നിൽക്കണം, നമ്മുടെ ബ്രെയിനകത്ത് നിൽക്കണം കേട്ടോ. അത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അപ്പൊ അതിന് നമുക്ക് ഈ എഴുതുന്ന, നമ്മൾ ഈ നമ്മുടെ സ്വന്തം കൈപ്പിടയിൽ എഴുതി അല്ല, നമ്മളത് മറിച്ച് നോക്കുമ്പോൾ ആ ഒരു പിക്ചറൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് നമുക്ക് ഓർമ്മ കിട്ടുന്നത് കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാം കൂടെ നോട്ടും കൂടെ ഇത് വലിച്ചു ചെയ്യാൻ കേട്ടോ. ഈ അപ്ലോഡ് ചെയ്യുന്ന നോട്ട് ഒരിക്കലും നോട്ട് ഫോർ റൈറ്റിംഗ് കേട്ടോ. നിങ്ങൾ മേടിക്കുന്ന ഈ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് റീഡ് ചെയ്യാനാണ് അല്ലെ. പ്രത്യേകിച്ച് ചിലർ പറയാറുണ്ട് മലയോര മേഖലകളിലോട്ടൊക്കെ നെറ്റ്വർക്ക് കുറവാണെന്ന് പറയും അല്ലെ. അല്ലെ, അവിടെ നെറ്റ്വർക്ക് കുറവാണ്. ആപ്പില് അല്ലെ നോട്ടൊക്കെ ഓപ്പൺ ആയി വരാൻ ചിലപ്പോൾ സമയം എടുക്കും, ചിലപ്പോൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആപ്പിന്റെ നെറ്റ്വർക്ക് തീരും അല്ലെ. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പ്രിന്റ് ആക്കി കൊടുക്കും കേട്ടോ. പ്രിന്റ് ആക്കി കൊടുക്കുന്നത് ഇതുകൊണ്ട്. ഓക്കെ, പിന്നെ ഒന്നും നമ്മൾ ഒരു നോട്ടും ആർക്കും മെയിൽ കിട്ടത്തില്ല കേട്ടോ. ഒരു നോട്ട്സും ആപ്പിലുള്ള ഒരു മെറ്റീരിയലും പ്രിന്റ് എടുക്കാനോ അങ്ങ് മെയിലോ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, ഓക്കെ, അപ്പൊ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അത് പ്രിന്റ് ചെയ്യുന്നത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഒരു 10 കേട്ടോ, ഒരു 25-30 പേരൊക്കെ രജിസ്റ്റർ ആകുമ്പോൾ നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുക്കും കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയ എല്ലാവർക്കും? പഠിക്കാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയോ? ഏഹ് പഠിക്കാൻ കേട്ടോ, അവരവരുടെ ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ എടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞോ അല്ല, ആരും ഉപദേശിച്ചു, നമ്മള് സ്വയം നന്നാവണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മളെ കാര്യത്തിൽ സെൽഫിഷ് ആവുക കേട്ടോ. നമുക്ക് ജോലി മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടുക, അതേ നടക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ ജോലി മേടിക്കണമെങ്കിൽ നമ്മൾ സെൽഫിഷ് ആവുക. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കാര്യം നോക്കി പഠിക്കുക, സൈലന്റ് ആയിട്ടിരുന്ന് പഠിക്കുക. നമ്മൾ ഇന്നത് പഠിക്കുന്നതെന്നോ ഒന്നും ആരെ അറിയിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് റാങ്ക് വരുന്നു, ആൾക്കാർ ഞെട്ടണം കേട്ടോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ നമ്മുടേതായ രീതി, നമ്മുടെ മൈൻഡിലുള്ള ആ ലക്ഷ്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ജോലിയുടെ ഹൈലൈറ്റ്സ് നമുക്കറിയാം, എങ്ങനെയാണ് പഠിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നമുക്കറിയാം കേട്ടോ. ഓക്കെ, ഓക്കെ, പറഞ്ഞോ. വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? IMS കാണും, പിന്നെ PSC എല്ലാം 6 മാസം കൂടുമ്പോൾ PSC-യുടെ നോട്ടിഫിക്കേഷൻസ് വരും കേട്ടോ. 6 മാസം കൂടുമ്പോൾ PSC-യുടെ നോട്ടിഫിക്കേഷൻസ് വരും കേട്ടോ. ഇന്നിനി ക്ലാസ് ഒന്നുമില്ല. നാളെ കഴിഞ്ഞ് നമുക്ക് മറ്റന്നാൾ കേട്ടോ. നിങ്ങളൊന്ന് റിലാക്സ് ചെയ്ത് നിങ്ങളൊന്ന് പ്രിപ്പയർ ആവും, മൈൻഡിനെയൊക്കെ ഒന്ന് പ്രിപ്പയർ ആക്കി എടുക്കും കേട്ടോ. പഠിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ മൈൻഡിനെയൊക്കെ ഒന്ന് പ്രിപ്പയർ ആക്കി പുതിയൊരു നോട്ട് ബുക്കൊക്കെ മേടിച്ച് കേട്ടോ. നോട്ട് ബുക്കൊക്കെ മേടിച്ച് 2 പേജിൽ നിങ്ങൾക്ക് ദൈവങ്ങളെ ഫോട്ടോ ഒക്കെ ഒട്ടിക്കണമെങ്കിൽ അതൊക്കെ ഒട്ടിച്ച് കേട്ടോ. ഒട്ടിച്ച് എന്ത് ചെയ്യുക, ആ മറ്റന്നാൾ മുതൽ കമ്മ്യൂണിറ്റി പഠിച്ചു തുടങ്ങും കേട്ടോ. നാളെ നിങ്ങൾ കംപ്ലീറ്റ് കേട്ടോ, നിങ്ങളെ മൈൻഡിനെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് എല്ലാം ഒന്ന് ക്ലിയർ ആയി ഒന്ന് ഫ്രഷ് അപ്പ് ഒക്കെ ചെയ്ത് എന്ത് ചെയ്യും, മറ്റന്നാൾ
വൈകിട്ട് ക്ലാസ് 8 to 10 കമ്മ്യൂണിറ്റി സ്റ്റാർട്ട്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഓ ഓ ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പുതിയ ബാച്ചിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കരുത്. അതെല്ലാം മറ്റേ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, നിങ്ങൾ അതുമായിട്ട് കോൺടാക്ട് ചെയ്യുക. 8281002707. പഠിക്കുന്നതിന് പഠനമുറി തയ്യാറാക്കണം. അതെനിക്ക് ഒരു പ്രത്യേകം പറയാനുള്ളതാണ്. പഠിക്കുന്നതിന് ശാന്തമായിട്ടുള്ള സ്ഥലം കണ്ടെത്തണം കേട്ടോ. ആരും ഇരുന്നോണ്ട് തന്നെ എർഗണോമിക് ചെയറിൽ ഇരുന്ന് തന്നെ പഠിക്കണം കേട്ടോ. എർഗണോമിക് ചെയറിൽ ഇരുന്ന് മേശ ടേബിളിൽ വെച്ച് തന്നെ പഠിച്ച് ശീലിക്കണം. ദയവ് ചെയ്ത് അങ്ങനെ തന്നെ പഠിച്ച് ശീലിക്കണം കേട്ടോ. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ മൊബൈലിന്റെ സ്റ്റാൻഡ് കേട്ടോ. മൊബൈലിന്റെ സ്റ്റാൻഡ്, നല്ലൊരു ഹെഡ്സെറ്റ് കേട്ടോ. ഈ രണ്ട് സംഭവങ്ങൾ വേണം കേട്ടോ. മൊബൈലിന് ചാർജ് ഉണ്ടായിരിക്കണം, മൊബൈലിന് ഡേറ്റ ഉണ്ടായിരിക്കണം, മൊബൈലിന് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം കേട്ടോ. മൊബൈലിന് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം, നല്ലൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ടായിരിക്കണം കേട്ടോ. നല്ലൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ. ഇനി ലാപ്ടോപ്പിലാണ് ക്ലാസ് നോക്കുന്നതെങ്കിൽ ലാപ്ടോപ്പിനായിട്ടുള്ള കാര്യങ്ങൾ, ലാപ്ടോപ്പിന്റെ ഹെഡ്സെറ്റ്, ലാപ്ടോപ്പിന്റെ ചാർജ് ഉണ്ടായിരിക്കണം, ലാപ്ടോപ്പിന് നെറ്റ് കണക്ടിവിറ്റി ഉണ്ടായിരിക്കണം. ലാപ്ടോപ്പിൽ കാണുന്നവർ അങ്ങനെ കേട്ടോ. സൂമിന്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്താൽ മതി. ആപ്പിനകത്ത് ഡൗൺലോഡ് ചെയ്യണം സൂമിന്റെ ഒരു ആപ്പ്. എന്നിട്ട് തന്നിരിക്കുന്ന യൂസർ ഐ ഡിയും പാസ്വേഡും അതിനകത്ത് കാണും. നിങ്ങളുടെ ആപ്പിന്റെ നമ്മുടെ ആപ്പിനകത്ത് യൂസർ ഐ ഡിയും പാസ്വേഡും സൂം മീറ്റിംഗിന്റെ ഇടും. അത് അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ എന്ത് ചെയ്യാം, ക്ലാസ്സിൽ പ്രവേശിക്കും. ശരി, ഞാൻ കട്ട് ചെയ്യുന്നു. ഇനി എന്തെങ്കിലും ചോദിക്കാണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാ എക്സാമും ഒരു 4 മാസമെങ്കിലും കുറഞ്ഞ കഴിഞ്ഞിട്ട് വരട്ടെ എന്ന് നമ്മൾ വിചാരിക്കും കേട്ടോ. മിനിമം 4 മാസത്തെ ക്ലാസ് ആകുമ്പോൾ നിങ്ങൾ ഒരു ആവറേജ് ലെവലിൽ പോർഷൻസ് ഒക്കെ കഴിഞ്ഞ് അല്ല, നിങ്ങൾ അത്രത്തോളം എക്സ്പോഷർ ആയി ക്ലിയർ ആവും കേട്ടോ. ഒരു 4 മാസം കഴിഞ്ഞ് വരുന്ന എക്സാംസ് ഒന്നും നിങ്ങളെ ഒരു രീതിയിലും ബാധിക്കത്തില്ല കേട്ടോ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എഴുതിയെടുക്കുന്നവരുണ്ട്, സെക്കൻഡ് അറ്റംപ്റ്റിൽ എഴുതിയെടുക്കുന്നവരുണ്ട്, തേർഡ് അറ്റംപ്റ്റ്, ഫോർത്ത്, ഫിഫ്ത്ത് കേട്ടോ. അങ്ങനെ അപ് ടു 10 വരെയൊക്കെ പോകുന്നവരുണ്ട് കേട്ടോ. അപ് ടു 10 അറ്റംപ്റ്റ് ഒക്കെ പോകുന്നവരുണ്ട്. ഒരു ലിസ്റ്റിൽ കടന്നുകൂടാൻ അപ് ടു 10 അറ്റംപ്റ്റ് വരെയൊക്കെ ഉള്ളവർ ഉണ്ട് കേട്ടോ. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ കട്ട് ചെയ്യുന്നു, ക്ലാസ് കട്ട് ചെയ്യുന്നു. ഓക്കെ, ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഓക്കെ, ഓക്കെ. താങ്ക് യു.